بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا وويل لهم مما كتبت أيديهم وويل لهم مما يكسبون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, സർവാധിനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന റസൂലിന്റെ ഓരോ പ്രസംഗത്തിലുമുള്ള ഉപദേശം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ മാസത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഈ കണ്ണൂർ ജില്ലയുടെ ഒരറ്റത്ത് പയ്യന്നൂരിൽ വെച്ച് നടത്തിയ ഇസ്ലാഹി സമ്മേളനത്തിന് മറുപടി പറയാൻ വേണ്ടി മുസ്ലിം സമുദായത്തെ എക്കാലത്തും പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് വഴി നടത്താൻ ശ്രമിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ സർവമാന പുരോഗതികൾക്ക് മുമ്പിലും കീറാമുട്ടികൾ വലിച്ചിട്ട മുസ്ലിയാരുട്ടി വർഗം ഇവിടെ മറുപടി എന്നോണം ചില പ്രഹസന പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. മറുപടി പറയുന്നവർക്ക് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാസറ്റുകൾ കേട്ട് അതിൽ പറഞ്ഞ ആശയങ്ങൾക്ക് തെളിവുകളുടെ പിൻബലത്തോടെ മറുപടി പറയാൻ അവർക്ക് കഴിയണമായിരുന്നു. പക്ഷേ ആരാന്റെ ഉപ്പും ചോറും മാത്രം തിന്ന് ഹലാലായത് ഒട്ടും തിന്ന് ശീലിച്ചിട്ടില്ലാത്ത മുസ്ലിയാർ വർഗം അവർക്ക് സത്യത്തോടോ നീതിയോടോ പ്രതിപത്തിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അവരെ പിന്നാലെ നിൽക്കണം, ജനങ്ങളെ കറവപ്പശുവിനെ പോലെ ഉപയോഗപ്പെടുത്തി ഞെക്കിപ്പിഴിഞ്ഞ് ചൂഷണം ചെയ്ത് ഉറ്റിക്കുടിച്ച് ജീവിക്കണം. അത് മുജാഹിദ് പ്രസ്ഥാനം വന്നാൽ പഴയ പോലെ നടക്കുകയില്ല. ഇത് മാത്രമാണ് മുസ്ലിയാക്കന്മാരെ ഈ മറുപടിക്ക് പ്രേരിപ്പിക്കുന്ന കാര്യം. ജാറമായിട്ടും മൗലീദായിട്ടും ആണ്ടായും അടിയന്തരമായും മരിച്ചാലും മരിച്ചില്ലെങ്കിലും പെറ്റാലും പെറ്റില്ലെങ്കിലും ഒരുപാട് സംഖ്യ സമുദായത്തിന് കിട്ടണം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി യഖൂലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ. പണ്ഡിത പുരോഹിതന്മാരിൽ ഒരു വലിയ വിഭാഗം ആളുകളും അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാനെന്ന വ്യാജേന പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്ത് സമ്പത്തുക്കൾ അന്യായമായി തിന്നുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വഭാവമാണ് ഇവിടുത്തെ മുസ്ലിയാക്കന്മാർക്ക് പണ്ട് മുതൽക്കേ ഉള്ളത്. ഈ പയ്യന്നൂരിന്റെ ഭാഗങ്ങളിൽ മുജാഹിദ് സമ്മേളനം വമ്പിച്ച പ്രതികരണങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തങ്ങളുടെ കാലിന്റെ ചോട്ടിൽ നിന്ന് മണ്ണ് പോകുമെന്ന് മനസ്സിലാക്കിയ മുസ്ലിയാക്കന്മാർ ആളുകളെ പിടിച്ചു നിർത്താൻ ഒരു നാടകം കളിച്ചതാണ് യഥാർത്ഥത്തിൽ മറുപടി പ്രസംഗം എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾക്ക് പ്രമാണങ്ങൾ കൊണ്ട് മറുപടി പറയാൻ കഴിയാതെ എല്ലാ സ്ഥലത്തും പറയുന്ന ചില റെഡിമെയ്ഡ് പ്രസംഗങ്ങൾ കാച്ചി മുസ്ലിയാക്കന്മാർ സ്ഥലം വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
അവരുടെ തനിനിറം തുറന്നു കാട്ടേണ്ടത് ഞങ്ങളുടെ ബാധ്യതയായി ഞങ്ങൾ കാണുന്നു. ഇവിടെ പുറത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടത്രേ, മുജാഹിദുകളുടെ അസത്യവാദങ്ങൾക്ക് മറുപടി. ഞങ്ങൾ അതിന് 1000 വട്ടം സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള, നിങ്ങൾ ഈ മറുപടി പിന്നെ നിർത്തിപ്പോകരുത്. ഞങ്ങൾ നിർത്തുന്ന പ്രശ്നമല്ല, ഞങ്ങൾ ഇതന്നെ ഞങ്ങളെ പരിപാടി. നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രസംഗിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നു, വീണ്ടും ഞങ്ങൾ പ്രസംഗിക്കുന്നു, വീണ്ടും നിങ്ങൾ പ്രസംഗിക്കുന്നു. ഒരു 4 ചാല് പൂട്ടുമ്പോ അവിടെ 10 മുജാഹിദ് ഉണ്ടാവും, അവിടെ പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ അനുഭവം. ഈ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പയ്യന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എത്ര മറുപടി പറഞ്ഞു? നിങ്ങൾ മറുപടി പറയുന്തോറും മുജാഹിദുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ സക്കാഫികളും സാദികളും ദാരിമികളും എല്ലാ മുസ്ലിയാക്കന്മാരും ഒന്നിച്ചു കൂടിയിരുന്ന് മറുപടി തയ്യാറാക്കിക്കോളും. പക്ഷേ ഞങ്ങൾക്കൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. നിങ്ങളുടെ ഞഞ്ഞമ്മിഞ്ഞം വർത്തമാനം ഞങ്ങൾക്ക് കേൾക്കണ്ട. ഞങ്ങൾ പറഞ്ഞതിനുള്ള വ്യക്തമായ മറുപടി ഉണ്ടോ അത് പറയണം. ഞങ്ങൾ ഓരോ കാര്യങ്ങളും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് എന്താണുള്ളത്, അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് കേൾക്കേണ്ടതാണ്. എന്നിട്ട് അതിന്റെ CD നിങ്ങൾ ഇറക്കണം, കാസറ്റ് നിങ്ങൾ ഇറക്കണം. അതെല്ലാം ആളുകൾ കാണട്ടെ, പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അങ്ങനെ നമുക്ക് നല്ല നിലക്ക് 2 കൂട്ടരും പ്രസംഗിക്കുകയും ജനങ്ങൾ രണ്ടും കേൾക്കുകയും രണ്ടും വിലയിരുത്തുകയും ചെയ്യാനുള്ള അവസരം ഈ നാട്ടിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറുപടി പ്രസംഗങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മറുപടിയെ ഞങ്ങൾ ഒരിക്കലും പേടിച്ചിട്ടില്ല, പേടിക്കുകയുമില്ല. പക്ഷേ ഞങ്ങളുടെ പ്രസംഗത്തെ പേടിക്കുന്നവരാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇപ്പോൾ തന്നെ മറുപടി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത്. അത് തരക്കേടില്ല, ആവേശമൊക്കെ തരക്കേടില്ല. അതിനനുസരിച്ച് ആശയം കൂടി ഉണ്ടായാൽ മതി. പഴയ റെഡിമെയ്ഡ് പ്രസംഗം കാച്ചാതെ ഞങ്ങളിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ കാസറ്റ് നിങ്ങളുടെ ചെലവിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പിടിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചതിന്റെ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ കിട്ടും. എന്നിട്ട് അതിനായിരിക്കണം നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സാധാരണത്തെ പോലെ വഷള് പറഞ്ഞിട്ട് നേരം കളയരുത് എന്നൊരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മറുപടി പ്രസംഗത്തിന് വന്ന ഒരു മുസ്ലിയാന്റെ വിഷയം തന്നെ മാലമൗലീദുകളായിരുന്നു. മാലമൗലീദുകൾ സത്യസമ്പൂർണങ്ങളാണെന്ന് സ്ഥാപിക്കുവാനാണ് അയാൾ ശ്രമിച്ചത്. മറ്റു പല പ്രാസംഗികരും അവരുടെ പ്രസംഗത്തിന്റെ പല ഭാഗത്തും മാലകളെയും മൗലിദുകളെയും ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് എന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം ഞാൻ ഉപയോഗിക്കുന്നത്. എന്താണ് മൗലിദ് എന്ന് പറഞ്ഞാൽ? ജന്മസ്ഥലം, ജന്മസമയം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആളുകൾ പറഞ്ഞു മൗലൂദ് എന്നായിപ്പോയല്ല. മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിച്ച കുട്ടി എന്ന അർത്ഥം. ജനിച്ച കുട്ടിയെ ആഘോഷിക്കാറില്ല എല്ലാവരും. അപ്പൊ മൗലൂദ് ആഘോഷം എന്നത് തെറ്റാണ്. മൗലിദ് ആഘോഷമാണ്, ജനിച്ച സമയം ആഘോഷിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു. അതുകൊണ്ട് റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയാണ് പണ്ടൊക്കെ ആഘോഷമെങ്കിൽ ഇന്ന് റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും 30 കഴിഞ്ഞാലും തീരാത്ത റബീഉൽ ആഖിറിലേക്ക് നീണ്ടുകിടക്കുന്ന ആഘോഷ പരമ്പരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ എഴുതി വെക്കട്ടെ, ടേപ്പിൽ പിടിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് 40-ാമത്തെ വയസ്സിൽ വഹയി കിട്ടിയിട്ട് 63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. 22 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂല് എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചോ? ഇന്നെന്റെ മൗലിദാണ്, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് 4 കാരക്കെങ്കിലും വിതരണം ചെയ്തോ? സഹാബികൾ ഒരു 10 സലാത്തെങ്കിലും അധികം ചെല്ലിയോ? എന്തെങ്കിലും ഒരു പ്രത്യേക മധുപറച്ചിലവർ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. അതുപോലെ തന്നെ നബിയുടെ കാലശേഷം ജീവിച്ച 30 കൊല്ലം ഖുലഫാഉർ റാഷിദീങ്ങൾ ഭരണം നടത്തി. ഹിജ്റ 110-ലാണ് അവസാനത്തെ സഹാബി മരണപ്പെടുന്നത്. ആ സഹാബികൾ അവർ റസൂലിന് ശേഷം 1 നൂറ്റാണ്ട് ജീവിച്ചിട്ട് ഒരിക്കലെങ്കിലും 99-ഓളം ജന്മദിനങ്ങൾ റസൂലിന്റേത് കഴിഞ്ഞു പോയിട്ട് സഹാബികൾ ആരെങ്കിലും ഒരു ജന്മദിനം കൊണ്ടാടിയോ? എന്തിന് ഞങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കണം? മുസ്ലിയാക്കന്മാര് തന്നെ സമ്മതിച്ച യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അക്ഷരം പകർത്തിയ ആദ്യ നൂറ്റാണ്ടുകാരുടെ കാലത്ത് ഇങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടേണ്ടെന്ന് ആവശ്യമുണ്ടായിരുന്നില്ല. ഹിജ്റ 4-ാം നൂറ്റാണ്ട് മുതൽ ഈ സമ്പ്രദായം ഉടലെടുക്കുകയും തദ്വിഷയകമായി നിരവധി ഗ്രന്ഥങ്ങൾ വിരചിതമാവുകയും ചെയ്തുവെന്ന് അവർ അവരുടെ സുന്നി വോയിസ് 1981 ഡിസംബർ 18 എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദീനിൽ അത് ഉൾപ്പെട്ടതല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തരുന്നു, വഹ്യാകുന്ന അനുഗ്രഹം സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ഇതാ മതമായി തൃപ്തിപ്പെടുന്നുവെന്ന് അവസാനത്തെ ഹജ്ജിൽ അല്ലാഹു ഇറക്കിയ ആയത്ത്. അതിനുശേഷം ദീനിലൊന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ആർക്കും അവകാശമില്ലെന്ന് റസൂൽ
അസന്നിഗ്ധമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്തില്ലാത്ത വല്ല പ്രവൃത്തിയും ആരെങ്കിലും ഈ ദീനിൽ ചെയ്താൽ അത് സ്വീകാര്യമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു വിലയുമില്ല. നമ്മുടെ കാലത്തില്ലാത്ത വല്ല കാര്യങ്ങളും ഈ ദീനിൽ ആരെങ്കിലും പുതുതായി കടത്തിക്കൂട്ടിയാൽ അത് ഫഹുവ റദ്ദുൻ, അത് അസ്വീകാര്യമാണ്, അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അപ്പൊ ഈ കാര്യം എന്ന് പറയുന്നത് ദീനിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യത്തിൽ ആര് പുതിയത് കടത്തിക്കൂട്ടിയാലും അത് അസ്വീകാര്യമാണെന്നും റസൂലിന്റെയും സഹാബത്തിന്റെയും കാലത്തില്ലാത്ത വല്ല അമലും ഈ മതത്തിന്റെ പേരിൽ ആരെങ്കിലും പുതുതായി ചെയ്താൽ അത് ഏറ്റവും വൃത്തികെട്ടതാണെന്നും റസൂൽ പഠിപ്പിക്കുകയാണ്. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട കാര്യങ്ങളാണ്. പുതുതായി കടത്തിക്കൂട്ടപ്പെട്ടവയെല്ലാം പുത്തനാചാരങ്ങളും അതുകൊണ്ട് തന്നെ നരകത്തിലുമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓരോ പ്രസംഗത്തിലും സഹാബികളെ ബോധ്യപ്പെടുത്താറുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മുജാഹിദുകൾ മൗലിദ് ആഘോഷിക്കാത്തത്. നിങ്ങൾ മൗലിദിനോടനുബന്ധിച്ച് ചൊല്ലുന്ന ഗീതങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം. അതിൽ യഥാർത്ഥ ചരിത്രം തന്നെ ഉൾപ്പെടുത്തി നിങ്ങൾ ഒരു കഥാപ്രസംഗം മോഡലിൽ ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും ഉണ്ടാക്കിയാലും ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. കാരണം എന്താ? റസൂലിന്റെ സഹാബത്ത് അങ്ങനെ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഒരു മൗലിദ് പാരായണം നടത്തിയിട്ടില്ല. അങ്ങനെ മൗലിദിനോടനുബന്ധിച്ച് ചൊല്ലാൻ വേണ്ടി പദ്യമോ ഗദ്യമോ ഗദ്യപദ്യ സമ്മിശ്രമോ അവരുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണ്, വലാലത്താണ്, സന്മാർഗത്തിന് വഴികേടാണ്. 300 കൊല്ലം കഴിഞ്ഞിട്ട് ദീനിൽ സിയാക്കൾ കടത്തിക്കൂട്ടിയതാണിത്. ആദ്യത്തെ 300 കൊല്ലം എന്ന് പറഞ്ഞാൽ അലവലാദികൾ ജീവിച്ച 300 കൊല്ലമല്ലാതെ സഹാബികൾ, താബികൾ, താബിഉ താബികൾ എന്ന് പറയപ്പെടുന്ന സലഫ് സാലിഹുകൾ, ഈ സമുദായത്തിലെ ഉത്തമരിൽ ഉത്തമരായ നല്ലവരായ മുൻഗാമികൾ അവരാരും തന്നെ കൊണ്ടാടിയിട്ടില്ലെന്ന്. മൗലൂദിന് ആട് 5000 മറുക്കണം, കോഴി 10000 പൊരിക്കണം, അതുപോലെ സ്വർണ്ണമുണ്ടെങ്കിൽ ചെലവാക്കണമെന്ന് വാദിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് വരെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ എന്നാണ് ഫത്വൽ മുഈനിന്റെ വ്യാഖ്യാനമായ സയ്യിദ് ബഖരിയുടെ യാനത്ത് താലിബീനിൽ പറഞ്ഞിട്ടുള്ളത്. സഹാബി എന്ന പണ്ഡിതന്റെ വാക്യമായിട്ടാണ് അത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാരും പറഞ്ഞതല്ല. പള്ളി ദർസുകളിൽ ഓതുന്ന ഫത്വൽ മുഈനിന്റെ വ്യാഖ്യാനം. ഈ മൗലിദാഘോഷം 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉടലെടുത്തതാകുന്നു. അതുകൊണ്ട് അത് ഇസ്ലാമിൽ ഉൾപ്പെട്ടതേ അല്ല. ഇസ്ലാമിൽ ഉൾപ്പെട്ടതല്ലാത്തൊരു ആചാരമാണ് ഈ മൗലിദ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിദ്അത്തുകൾ ചെയ്താൽ അവരുടെ തൗബ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യഹ്തജറ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ബിദ്അത്തുകൾ അനുഷ്ഠിക്കുന്നവരാൾ, ബിദ്അത്തായ വിശ്വാസങ്ങൾ, ബിദ്അത്തായ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾ ആ ബിദ്അത്തിനെ പാടെ ഉപേക്ഷിക്കുന്നത് വരെ അയാളുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, അവർ ഈ ബിദ്അത്ത് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പോലും അവരുടെ ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ലെന്ന് വ്യക്തമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അൽ അഹാദീസുൽ മുഖ്താറയിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ളിയാഉദ്ദീനുൽ മുഖദ്ദിസിയുടെ ആ അഹാദീസുൽ മുഖ്താറ ആ വ്യക്തമായ സനദോട് കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിർക്ക് മൂലം നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതിന് നിറം മങ്ങുമെന്നും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ലെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശിർക്കാകുന്ന പാപം പ്രത്യേകിച്ചും പൊറുക്കുകയില്ല. അതുപോലെ തന്നെ ബിദ്അത്ത് ചെയ്ത ആളുടെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും അല്ലാഹുവിൽ എത്തുകയില്ല, സ്വീകരിക്കുന്നതല്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ മൗലിദ് കൊണ്ടാടാത്തത്. മനസ്സിലായില്ലേ? ഞങ്ങളെ ദീൻ സുരക്ഷിതമായിരിക്കണം, പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നതുകൊണ്ടാണ്. റസൂൽ കൊണ്ടുവന്ന ദീനിൽ റസൂൽ പഠിപ്പിക്കാത്ത വല്ലതും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും വല്ലതും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണെന്നാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യകാല നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ ബിദ്അത്തായ മൗലിദ് അന്ന് ചൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥകളും നുണകളും കുഫറും ശിർക്കുമൊക്കെ കലർന്ന മൗലിദുകൾ അത് പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ തന്നെ ബിദ്അത്താണ്. അതിൽ കൂടി കള്ളക്കഥകളുണ്ടെങ്കിലോ ശിർക്കും കുഫറും ഉണ്ടെങ്കിലോ അത് വലിച്ചെറിയണമെന്ന കാര്യത്തിൽ ആരും സംശയിക്കുകയില്ല. മാലമൗലിദുകൾ സത്യസമ്പൂർണമാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി മുസ്ലിയാക്കന്മാരിവിടെ കണഞ്ഞു പരിശ്രമിച്ചു നോക്കി. പക്ഷേ മാലയുടെയും മൗലിദിന്റെയും വക്കത്ത് പോലും തൊടാൻ അവർക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ വിമർശിക്കുന്ന ഒരു വരിയെ പോലും ഖണ്ഡിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് വസ്തുത. സുഹൃത്തുക്കളെ, ഞാൻ ചില സാമ്പിളുകൾ മാത്രം പറയാം. ചാല മുഹമ്മദ് മൗലിദ് എന്ന് പറഞ്ഞൊരു മൗലിദുണ്ട്. മുഹമ്മദ് നബിയെ ഉണ്ടാക്കി എന്ന മൗലിദിന്റെ പേരുണ്ട്. അതിൽ തുടങ്ങുന്നത് എങ്ങനെ അറിയോ? അൽഹംദുലില്ലാഹില്ലദീ ജഅല മുഹമ്മദൻ സബബ കുല്ലി മൗജൂദ്. കണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ വസ്തുക്കളുടെയും കാരണമാക്കി സൃഷ്ടിച്ച അല്ലാഹുവിന്റെ സർവസ്തുതിയും
അപ്പൊ ലോകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. പിന്നെ നബിക്ക് വേണ്ടിയാണ് മറ്റെല്ലാ സർവ്വചരാചരങ്ങളും ഉണ്ടാക്കിയത്, നബിക്ക് വേണ്ടിയാണ് ലോകത്തെ പടച്ചത് എന്ന കള്ളക്കഥ പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ മുഹമ്മദ് നബിയാണ് ഇതിന്റെയൊക്കെ കാരണക്കാരനെന്ന് ഖുർആനിൽ 6000-ലധികം വരുന്ന ആയത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കിതാബ് ബദഇൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ ആരംഭം എന്ന പ്രത്യേക അധ്യായം തന്നെ ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ റസൂലിന്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചതെന്നും അദ്ദേഹത്തിന്റെ കാരണത്താലാണ് മറ്റ് പ്രാപഞ്ചിക വസ്തുക്കളെ, ചരാചരങ്ങളെ സൃഷ്ടിച്ചതെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പച്ച നുണയാണ് സുഹൃത്തുക്കളെ ജാല മുഹമ്മദ് മൗലിദിന്റെ ആദ്യ വാചകം തന്നെ. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തായിക്കൊണ്ട് ബദർ യുദ്ധത്തിൽ സംഭവിച്ച ഒരു സംഗതി എന്താറിയോ? വമുഅ്ജിസത്തു യദിഹി ഹൈസ റമാ മിനത് തുറാബ് ഫഖാല ശാഹത്തിൽ വുജൂഹ് ഫഉഅമിയ അബ്സാറുഹും വൻഹസമ 12000 റജുലിൻ മിനൽ കുഫാരി യൗമ ബദർ. നബിയുടെ കയ്യിന്റെ മുഅ്ജിസത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധ ദിവസം ശാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുറൈശികളുടെ നേരെ എറിഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാം കാഴ്ച നഷ്ടപ്പെട്ടു. 12,000-ഓളം സത്യനിഷേധികൾ ആ ബദർ യുദ്ധ ദിവസം തോറ്റോടി. എങ്ങനെയുണ്ട്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ എത്രയാണ്? 313 സഹാബികളും നബിയും. അപ്പുറത്ത് എത്രയാണ് ഉണ്ടായിരുന്നത്? 1000-ഓളം വരുന്ന കാഫിറുകൾ, 1000-ഓളം വരുന്ന ഖുറൈശികൾ. അവരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നത്. പക്ഷേ ഇവിടെ ജാല മുഹമ്മദേരം പറയുന്നത് എന്താണ്? 12,000 സത്യനിഷേധികൾ തോറ്റോടിയെന്നാണ്. എന്ന് പറഞ്ഞ 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 1000-ഓളം വരുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശികളാണ്. അതുപോലും അറിയാത്ത ഏതോ ഒരു പടുവിട്ടിയാണ് ജാല മുഹമ്മദ് മൗലിദ് ഉണ്ടാക്കിയിട്ടത് 12,000 ആൾ തോറ്റോടി എന്ന് മാത്രമല്ല 12,000 ആൾക്കും കാഴ്ച പോയിന്ന. അന്ന് ബദറിൽ പങ്കെടുത്ത എത്രയോ സഹാബികൾ പിൽക്കാലത്ത് ഇസ്ലാമതം സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ടുണ്ട്. അവർ വടിയും കുത്തിപ്പിടിച്ച് തപ്പിത്തടഞ്ഞല്ല വന്നത്. കാരണം അവർക്കാർക്കും കാഴ്ച പോയിട്ടില്ല. ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞപ്പോൾ അവരെ കണ്ണുകളിൽ ഈ പൂഴി പറ്റുകയും അവരാങ്കലാവുകയും യുദ്ധം പരാജയപ്പെടാൻ കാരണമാവുകയും ചെയ്തു എന്നതാണ് ചരിത്ര വസ്തുത. പക്ഷെ അതൊന്നുമല്ല മുസ്ലിയാക്കന്മാര് പറഞ്ഞിട്ടത്. അത് റസൂലിന്റെ കഴിവാണെന്നും പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ കഴിവല്ല അത്. എറിയുക എന്ന പ്രവർത്തനം മാത്രമേ റസൂൽ ചെയ്തിട്ടുള്ളൂ. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളിച്ചത് അല്ലാഹുവാണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹു റമാ. മുഹമ്മദ് നബിയെ താങ്കൾ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ താങ്കളല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. എറിയുക എന്ന പ്രവർത്തനത്തിന്റെ രൂപം മാത്രമാണ് നബിയിൽ നിന്നുണ്ടായത്. അത് എത്തേണ്ടടുത്ത് എത്തിച്ചത് അല്ലാഹുവിന്റെ കഴിവാണ്. മുഅ്ജിസത്തുകളെല്ലാം അല്ലാഹുവിന്റെ കഴിവാണ്. ഇത് ജാല മുഹമ്മദിലെ ഒരു സാമ്പിൾ കള്ളക്കഥ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി മുഹയ്യദ്ദീൻ മൗലിദിൽ കാണാം. ഇവിടെ പറഞ്ഞത് നബിയാണ് ലോകത്തെ സൃഷ്ടിക്കുവാൻ കാരണക്കാരൻ തന്നെ. എന്നാ മുഹയ്യദ്ദീൻ മൗലിദ് പറഞ്ഞിട്ടുള്ളൂ. ഫമിൻ വിലായതിഹി ഖാലൽ ഇലാഹു ലഹു ലൗലാക ലം തുജദിൽ അക്വാനു മിൻ അദമി. അദ്ദേഹത്തിന്റെ വിലായത്തിൽപ്പെട്ടതാണ്, മുഹയ്യദ്ദീൻ ശൈഖിന്റെ വിലായത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, മുഹയ്യദ്ദീനെ താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിനെ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കപ്പെടുമായിരുന്നില്ല. അപ്പൊ മുഹയ്യദ്ദീൻ ശൈഖാണ് ലോകത്തെ ഉണ്ടാക്കാൻ കാരണമെന്നാണ് മുഹയ്യദ്ദീൻ മൗലിദിൽ പറയുന്നത്. ഇതിലേതാപ്പ നമ്മൾ വിശ്വസിക്കേണ്ടത്? റസൂലാണ് കാരണം ജാല മുഹമ്മദേരം പറയുന്നു, അതുപോലെ മുഹയ്യദ്ദീൻ ശൈഖാണ് കാരണം മുഹയ്യദ്ദീൻ മൗലിദിൽ പറയുന്നു. ഏത് സമാചാരമാണ് ശരിയായ സമാചാരമെന്ന് ഇവിടെ മുസ്ലിയാരുട്ടികൾ വ്യക്തമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഫാത്തിമ മൗലിദ് കണ്ടൊരു മൗലിദുണ്ട്. ആ ഫാത്തിമ മൗലിദില് ഇതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയതാണല്ലോ. ഷിയാക്കളാണ് യഥാർത്ഥത്തിൽ മൗലിദ് തുടങ്ങി വെച്ചത് തന്നെ. ഈജിപ്ത് ഭരിച്ചിരുന്ന അൽ-മുഇസ്സുൽ ദീനില്ലായ പോലെയുള്ള ഷിയാക്കളിൽ അതിരുകവിഞ്ഞ വിഭാഗമാണ് റസൂലിന്റെ ജന്മദിനം കൊണ്ടാടുന്ന പ്രവർത്തനം മുസ്ലിം സമുദായത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവിടുത്തെ കേരള ഷിയാക്കൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സമസ്തക്കാരാണ്. പേര് സുന്നിയാണെങ്കിലും കൊണ്ടു നടക്കുന്ന മിക്കവാറും ആചാരങ്ങളൊക്കെ ഷിയാക്കള ആചാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള സുന്നി ജമിയത്തുലുലമ എന്ന് പറയേണ്ടിടത്ത് സമസ്ത കേരള ഷിയ ജമിയത്തുലുലമ എന്ന് പറയുന്നതായിരിക്കും ശരി. സുന്നി യുവജന സംഘമല്ല, ഷിയ യുവജന സംഘം. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അല്ല, ഷിയ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഷിയാക്കള ആചാരങ്ങളാണ് നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരാരും സുഹൃത്തുക്കളെ ഇത് അനുകൂലിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഫാത്തിമ മൗലിദിന്റെ കഥ ശ്രദ്ധിക്കണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 51-ാമത്തെ വയസ്സിൽ മിഅ്റാജ് യാത്രക്ക് പോയത് നിങ്ങൾക്കറിയാം. നബിയെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി രാത്രി കൊണ്ട്. അവിടുന്ന് ആകാശങ്ങൾ കയറിപ്പോയി.
ഒന്നാം ആകാശത്ത് എന്ന് മുട്ടി വിളിച്ച് ജിബ്രീലിന്റെ കൂടെ തുറക്കപ്പെട്ടു. അടുത്ത ആകാശം വരെ പോയി, അങ്ങനെ പോയി അവസാനം വരെ പോയ ചരിത്രം. അവിടെ ആകാശാരോഹണ യാത്രയിൽ ഖദീജ ബീവിക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്ത സ്വർഗത്തിലെ ഭവനം റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു അത്രേ. അപ്പൊ ആ ഭവനത്തിന്റെ മുമ്പിൽ ഒരു ആപ്പിളിന്റെ മരമുണ്ട്. ആപ്പിൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഒരാപ്പിൾ എടുത്തിട്ട് ജിബ്രീല് മുഹമ്മദ് നബിക്ക് കൊടുത്തു, കഴിച്ചോളൂ എന്നാണ്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹ് ആ ആപ്പിൾ തിന്ന് തിരിച്ചു വന്നു. ഖദീജ ബീവിയുമായി ചേർന്ന് ജീവിച്ചു. അങ്ങനെയാണ് ഫാത്തിമ ബീവി ഉണ്ടായത് എന്നാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നിട്ടുള്ളൂ. ഫലമ്മാ ഹമലത് ഖദീജത്തു ബിഫാത്തിമത ഉജിദത് റായിഹത്തുൽ ജന്നത്തി തിസ്അത അശ്വിരിൻ. ഫാത്തിമ ബീവിയെ ഗർഭം ധരിച്ച 9 മാസത്തിലും ഖദീജ ബീവിക്ക് സ്വർഗത്തിന്റെ മണം ഉണ്ടായിരുന്നു. ഫലമ്മാ വളഅത്ഹാ ഇൻതഖലത് റായിഹത്തു ഇലൈഹാ. ജനിച്ചതിന് ശേഷം ആ സ്വർഗത്തിന്റെ പരിമളം ഫാത്തിമ ബീവിയിലേക്ക് നീങ്ങി. ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ്താഖ ഇലൽ ജന്നത്തി ഖബ്ബലഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ സംബന്ധിച്ച് ആഗ്രഹം ഉണ്ടായാൽ ഖദീജ ബീവി ഫാത്തിമ ബീവിയെ പോയി ചുംബിക്കുമായിരുന്നു. അപ്പൊ സ്വർഗത്തിൽ ആപ്പിൾ നിന്നിട്ടുണ്ടായ കുട്ടിയാണ്. അതുകൊണ്ട് ഗർഭം ധരിച്ചപ്പോ ഉമ്മാക്ക് സ്വർഗത്തിന്റെ മണം, പ്രസവിച്ചപ്പോ കുട്ടിക്ക് മണം. എന്നിട്ട് എപ്പോഴാ ഫാത്തിമ ബീവിയെ പ്രസവിച്ചത്? റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ 5 കൊല്ലം മുമ്പാണ് ഫാത്തിമ ബീവിയെ പ്രസവിച്ചത്. അതായത് നബിക്ക് 35 വയസ്സുള്ളപ്പോ. എപ്പോഴാണ് മിറാജിൽ പോയത്? 51-ാമത്തെ വയസ്സിൽ. അപ്പൊ 51-ാമത്തെ വയസ്സിൽ ആപ്പിൾ നിന്നിട്ട് 35-ാമത്തെ വയസ്സിൽ കുട്ടിയുണ്ടായി. സക്കാഫി കുട്ടികളെ, ദാരിമി കുട്ടികളെ, സൈദി കുട്ടികളെ, നിങ്ങളൊന്ന് വിശദീകരിക്കണം. ഇത് 51-ാമത്തെ വയസ്സിൽ ആപ്പിൾ എന്നിട്ട് 35-ാമത്തെ വയസ്സിൽ കുട്ടി ഉണ്ടാകുന്നത് ഏതോ ജൂതന്മാര് കെട്ടിയുണ്ടാക്കിയിട്ട് വിട്ടതാ. ഏത് ജൂത ഉണ്ടാക്കി വിട്ടാലും ശരി, ഒറ്റ മൗലിദിന്റെ അഡ്രസ് ഉണ്ടാവില്ലല്ലോ. ഇത് ഇന്നോനുണ്ടാക്കിയതാണ്, ഓന്റെ പേരോ ഓന്റെ ഉപ്പാന്റെ പേരോ ഒന്നും ഉണ്ടാവില്ല. ഏതേത് ജൂതന്മാരുണ്ടാക്കിയിട്ട് അങ്ങോട്ട് അടിച്ചു വിടുന്ന് 313 വക 513 വക എന്ന് പറഞ്ഞിട്ട് അതിൽപ്പെട്ടതാണ്. ഇതിലുണ്ട് ഒരു ബൈത്ത്, അല്ലാഹു തആല വ തആല വ തആല അല്ലാഹു തആല ബിലാ ഫാത്തിമ ബീവി. അല്ലാഹു ഉന്നതനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു ഫാത്തിമ ബീവിയുടെ പൊരുത്തം കൊണ്ട്. ഫാത്തിമ ബീവിന്റെ പൊരുത്തല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഉന്നതനാകാൻ കഴിയുന്നു? അപ്പൊ ഒരു മുസ്ലിയാർ പറയും അവിടെ എർലാന്നാണ് മൗലവി. എർലാന്നാണെങ്കിൽ നമുക്ക് അവസാനം യാ ആടുക, അലിഫല്ല. അവിടെ 2 പുള്ളി ഉണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ ഊരി വെച്ച് ഇതൊക്കെ വിശ്വസിക്കണം. ഇതൊക്കെ ചോദ്യം ചെയ്താൽ നമ്മൾ 22 കാരറ്റ് സുന്നിയാവൂല. നമ്മൾ സുന്നിന്റെ നടുക്കണ്ടാണെങ്കിൽ എന്ത് വേണം? എന്ത് പറഞ്ഞാലും കണ്ടതും കേട്ടൊക്കെ വിശ്വസിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുറാബി എന്ന് വരെ വിളിക്കണത്. നിങ്ങൾ അത് വിളിക്കല്ലിട്ടോന്നാ. പിന്നെ എന്തെന്നാ വരെ വിളിക്കേണ്ടത്? ഖുറാബി എന്നാ കണ്ടതും കേട്ടതും വിശ്വസിക്കണമെന്നാ അർത്ഥം. അങ്ങനെയുണ്ടോ എന്നാ അതും വിശ്വസിക്ക, അങ്ങനെയുണ്ടോ എന്നാ അതും വിശ്വസിക്ക. ബലാ ഖുറാബിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഖുറാഫികൾ ഇതൊന്ന് വിശദീകരിക്കണം. എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പ നീർച്ചയാക്കാണ് മാല ചെല്ലാൻ, അല്ലെങ്കിൽ മൗലിദ് ഓതാൻ. ഈ കള്ളക്കഥകൾ ചൊല്ലിയാൽ രോഗം മാറുന്ന ഖൗമിന്റെ വിചാരം. വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞുപോയാൽ അവിടെയും പിന്നെ മൗലൂദ് ഓതാൻ നേർച്ചയാക്കും, മാല ചൊല്ലിക്കാൻ നേർച്ചയാക്കും. എന്താ? അല്ലാഹു സുബ്ഹാനഹു തആല കള്ളന് കറാമത്ത് കാണിച്ചു കൊടുത്തിട്ട് ആ വസ്തുവിനെ തിരികെ കൊടുപ്പിക്കുന്നതാണ് ഖുറാഫി ഖൗമിന്റെ വിശ്വാസം. ആരോ എഴുതിണ്ടാക്കിയത് മാത്രല്ല, സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മാല മൗലീദുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1933 മാർച്ച് 5 ഫറോക്കിൽ വെച്ച് ചേർന്ന അവരുടെ സമ്മേളനത്തിന്റെ പ്രമേയം കേട്ടോളൂ. കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അനേക കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തിവരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസാരങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖത്തീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. 33 പാസാക്കി 50 കൊല്ലം തികഞ്ഞ് 1953 അതിന് കരണ്ട് ഒടിപ്പിച്ച് വീണ്ടും ജീവൻ വെപ്പിച്ചു. ഇപ്പോൾ വഹാബി മൗദൂദി ഐക്യം അനിസ്ലാമികം എന്ന പുസ്തകത്തിൽ AP കുട്ടികൾ പറയുന്നു ഇത് മുന്തിയ പ്രമേയമാണ്, സുന്നികളും അസുന്നികളും തമ്മിൽ വ്യത്യാസമുള്ള 20ഓളം വിഷയങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിരാക്ഷേപം നടന്നു വരുന്നതാണ്. നിരാക്ഷേപം തന്നെ ആരും ആക്ഷേപിക്കാതെ, അവരെ കൂട്ടത്തിൽ ആരും ആക്ഷേപിക്കുന്നുണ്ടാവില്ല. കാരണം ഇതിന്റെ പങ്കുപറ്റികൾ ആക്ഷേപിക്കുമല്ലോ. ഏറെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ എക്കാലത്തും ആക്ഷേപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണ്. സ്ഥിരപ്പെട്ടതല്ല, പെടുത്തിയതാ. അത് ഏത് അഹ്ലുസുന്നത്ത്? ഇവര് പറയണേ ഖുറാബി അഹ്ലുസുന്നത്ത്, അല്ലാതെ യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. എല്ലാ ശിർക്കും കുഫറും ഇതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ ഭാഗത്ത് കാണാം
മങ്കൂസ് മുതലായ ബിർദുകൾ, ബദരിയത്ത് ബൈത്ത്, ബദർമാല, മുഹിയത്തിമാല, റിഫായിമാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യൽ. കണ്ടോ? അപ്പൊ ഇതൊക്കെ ചൊല്ലാത്തവൻ സുന്നിയല്ല. അവനെ ഖാദി സ്ഥാനത്തിന് പറ്റൂല, ഖത്തീബ് സ്ഥാനത്തിന് പറ്റൂല. മൊയ്യത്തിമാലയും മങ്കൂസ് മൗലിദും റിഫായിമാലയും ബദർമാലയും ഒന്നും ചൊല്ലാത്തവൻ എന്തല്ല, സുന്നിയല്ല. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവനെ ഖാദിയാർ സ്ഥാനത്ത് പിരിച്ചുവിടും എന്ന് മുസ്ലിയാക്കന്മാർ ഭീഷണി മുഴക്കി പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താ കാരണം എന്നറിയോ? ജനങ്ങളുടെ ഇടയിൽ ഇത് വിശദീകരിച്ചപ്പോ മുസ്ലിയാക്കന്മാർ തന്നെ സമ്മതിക്കാൻ തുടങ്ങി, അത് തെറ്റഞ്ഞാട്ടോ, അത് തെറ്റഞ്ഞാട്ടോ. അപ്പൊ സ്വാഭാവികമായും കാലിനടിയിലെ മണ്ണ് പോകാൻ തുടങ്ങിയപ്പോ മുസ്ലിയാക്കന്മാര് പ്രമേയത്തിലൂടെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചതാ. ഇതിൽ തന്നെ വേറെ കഥ പറയുന്നുണ്ട് ഈ ഫാത്തിമ മൗലിദില്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹവ്വാ ബീവി, അവരെയൊക്കെ ജിബ്രീൽ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. സ്വർഗീയ ലോകത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോ ഒരു സ്വർണ്ണ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ മരതകം കൊണ്ടുള്ള ഒരു കട്ടില് കണ്ടു. ആ കട്ടിലിൽ ഒരു കുബ്ബ കണ്ടു. ആ കുബ്ബമ്മേലൊരു ചിത്രമുണ്ട്, ഒരു ഫോട്ടോയുണ്ട്. ഫോട്ടോ കണ്ടപ്പോ ജിബ്രീൽ ചോദിച്ചു, ഇതാരെ ഫോട്ടോ ആണെന്നറിയോ? ആദം നബിക്കുണ്ടോ ഫോട്ടോ കണ്ട് പരിചയം? ആദം നബി എനിക്കറിയില്ല. ഇതാണ് നിങ്ങളുടെ പേരക്കുട്ടിയായി വരാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ. ആഹാ, ആ തലയിൽ വെച്ച കിരീടം മനസ്സിലായോ? അപ്പൊ ഫാത്തിമ ബീബിന്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ മക്കളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഒരു മൊക്കനിട്ടിട്ട് മുഖവും കൂടി മറിച്ചിട്ട് ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ കുത്തിരിക്കാൻ. ഇതങ്ങനല്ല, ഇത് മാതാ അമൃതാനന്ദമയ്യെ പോലെ കിരീടമൊക്കെ വെച്ചിട്ടായിരിക്കുന്നത്. കിരീടം വെച്ച് മാലയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ ലങ്കി വിളങ്ങിയിരിക്കുക. അപ്പോ ആ കിരീടം മനസ്സിലായോ? ഇല്ല, അതാണ് മുഹമ്മദ് നബി, അവന്റെ ബാപ്പ. ആഹാ, ആ മാല മനസ്സിലായോ? ജോറായ മാല, അതാണ് അവന്റെ ഭർത്താവ് അലി. ആഹാ, ആ രണ്ട് കമ്മൽ മനസ്സിലായോ? ഇല്ല, അതാണ് അവരുടെ മക്കൾ ഹസനും ഹുസൈനും. ആദം നബി ഒക്കെ മനസ്സിലാക്കി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അനൽ മഹമൂദ്, ഞാനാണ് മുഹമ്മദ്. അനൽ ഫാത്തിർ, ഞാനാണ് ഫാത്തിമ. ഫാത്തിർ എന്ന സിത്താവ് എന്ന അർത്ഥം. ഫാത്തിമ ബീവി കൊടുത്തിരിക്കുന്ന പേരാണ്. അങ്ങനെ ഹസനും ഹുസൈനി അലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാതെ പഠിച്ചോളൂ, ആവശ്യം വരും എന്ന് ജിബ്രീൽ പറഞ്ഞു. അപ്പൊ ആദം നബി ഇതൊക്കെ കാണാതെ പഠിച്ചു. എന്നിട്ട് അവസാനം അദ്ദേഹം തെറ്റ് ചെയ്തല്ലോ, ആ വിലക്കപ്പെട്ട മരത്തിന്റെ കരി നിന്നല്ലോ. അപ്പൊ അദ്ദേഹം ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാ രക്ഷപ്പെട്ടത് എന്നാണ് പിന്നെ പറയുന്നത്. കണ്ടങ്ങള്, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായിട്ട് മങ്കൂസേരൻ പറയുന്നത്, ആദം നബി ആ തെറ്റ് ചെയ്തപ്പോ റസൂലുള്ളാന്റെ പേര് കണ്ടു, അരശുമൽ എഴുതി വെക്കപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് കണ്ടു. അപ്പൊ മുഹമ്മദ് നബി അടയാളനാക്കി പ്രാർത്ഥിച്ച രക്ഷപ്പെട്ടെന്നാണ് മങ്കൂസ് ഉണ്ടാക്കിയവൻ പറയണത്. എന്നാൽ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളെ ഈ 5 ഷിയാക്കളുടെ 5 ദൈവങ്ങളുണ്ട്, ആ 5 ദൈവങ്ങൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള കള്ളക്കഥകൾ സുഹൃത്തുക്കളെ എത്രയേറെ കള്ളക്കഥകളാണ്. സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ പേരിലുള്ള മൗലിദിൽ ഒരു കഥയുണ്ട്. എന്താ കഥ എന്നറിയോ? റസൂലിന്റെ കാലത്ത് ഒരു പൊമ്പറന്നോട് സ്വപ്നം കണ്ടപ്പോ അതിന്റെ താബീർ പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനം അറിയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. നബി, എന്റെ ഭർത്താവ് നാട്ടിലില്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്, എന്താണ് അതിന്റെ വിവരണം എന്താണ്? നബി പറഞ്ഞു, നിന്റെ ഭർത്താവ് തിരിച്ചു വരില്ല പെണ്ണേ. പെണ്ണാകെ ബേജാറായി, ആകെ ഒരു ഭർത്താവല്ലേ തിരിച്ചു വരൂല അറിഞ്ഞ. അങ്ങനെ തിരിച്ചു പോയി, ആകെ ബേജാറിൽ ഇങ്ങനെ പോകുമ്പോ കരഞ്ഞു പോകുമ്പോ അബൂബക്കർ സിദ്ദീഖിനെ കണ്ട് വൈക്കുന്നു, എന്താ പെണ്ണേജി കരയണേ? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു കിനാവ് കണ്ടു. റസൂലിനോട് ചോദിച്ചപ്പോ പറഞ്ഞ് എന്റെ ഭർത്താവ് തിരിച്ചു വരൂല. കണ്ടോ? അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് തിരിച്ചു വരും. അപ്പൊ റസൂല് പറഞ്ഞതും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞതും നേരെ വൈരുദ്ധ്യം. പെണ്ണിനാകെ വിഷമായി. ഒന്നാം പൗരനായ റസൂലും രണ്ടാമത്തെ ആളായ അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്. അങ്ങനെ പെണ്ണിങ്ങനെ വീട്ടിൽ അസ്വസ്ഥയായി കിടക്കുമ്പോൾ അതാ വാതിലിൽ മുട്ടുന്നു. സംശയത്തോടു കൂടി തുറന്നു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു ഭർത്താവ്. എന്താ പടച്ചോനേത്? ഭർത്താവ് വന്നിരിക്കുന്നു. ഭർത്താവ് വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം എന്തായി? നേരം വെളുത്തപ്പോ നബിന്റെ അടുത്ത് പോയി. നബി, എങ്ങളല്ലേ വരൂല എന്ന് പറഞ്ഞ്. അബൂബക്കർ സിദ്ദീഖ് വരുന്നും പറഞ്ഞു. അവസാനം അബൂബക്കർ പറഞ്ഞല്ലേ ശരിയായത് നബിയെ. അപ്പൊ നബിയും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിപ്പോയി. അപ്പൊ ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നിട്ട് പറയാണ്, യാ മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് സത്യം കേട്ടോ. പക്ഷേ അബൂബക്കർ സിദ്ദീഖാണല്ലോ, സത്യവാനാണ് സിദ്ദീഖിന്റെ പേര്. സിദ്ദീഖ് എന്ന പേരുള്ള അബൂബക്കറിന്റെ നാവിലൂടെ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോ അത് നടത്തിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ സിദ്ദീഖ് എന്നുള്ള പേരിന് മോശമല്ലേ എന്നുള്ള നിലക്ക് അല്ല അങ്ങനെ നടത്തിക്കൊടുത്താണ്. എങ്ങനെയുണ്ട്? അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ മൗലൂദായതുകൊണ്ട് മൂപ്പരെ പൊന്തിക്കണല്ലോ. ആരൊക്കെ താഴുന്നുള്ള പ്രശ്നമല്ല. റസൂലുള്ളാഹിനെ ഡൗൺ ആക്കിയിട്ട് മൂപ്പരെ അപ്പാക്കി.
കണ്ടോ, ഇങ്ങനെയാ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം. ഏതോ സ്ഥലത്ത് മീലാദ് ജാഥക്ക് ജാഥ വിളിച്ചത്രേ, മുഹമ്മദ് നബി. അപ്പൊ പിന്നെ ഡൗൺ ഡൗൺ ഈസാ നബി. അപ്പൊ മുഹമ്മദ് നബി അപ്പാക്കണം, ഈസാ നബി ഡൗൺ ആക്കണം. അള്ളാഹുവിന്റെ റസൂലുകളിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഇതാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള കള്ളക്കഥകൾ സുഹൃത്തുക്കളെ എത്രയോ നമുക്ക് ഈ ഇതുപോലെയുള്ള മൗലിദ് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇപ്പൊ മൊയ്യദ്ദീൻ ശേഖന്റെ പേരിലുള്ള മൗലിദിലുണ്ട്. മൊയ്യദ്ദീൻ ശേഖന്റെ വാപ്പ അബൂ സാലിഹ് മൂപ്പര് മൊയ്യദ്ദീൻ ശേഖനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. മൊയ്യദ്ദീൻ ശേഖിന്റെ ഉമ്മ, എനിക്കൊരു ബത്തക്ക കിട്ടിയാൽ തരക്കടില്ല എന്ന് പറഞ്ഞു ഭർത്താവിനോട്. ഭർത്താവ് അബൂ സാലിഹ് എവിടേക്കോ പോയിട്ടൊരു രണ്ട് ബത്തക്ക തേടിപ്പിടിച്ചു കൊണ്ടുവരാം. തിരിച്ചു വരുമ്പോൾ ഒരു ഫക്കീർ വഴിയിൽ തടഞ്ഞു നിർത്തി. ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഒരു ബത്തക്ക അങ്ങോട്ട് തന്നൂടേന്ന്. ആയി തരാൻ പറ്റില്ല, ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോകണം, എവിടേക്കോ പോയിട്ട് കിട്ടിയതാ. അപ്പൊ ഇയാള് പറഞ്ഞു, രണ്ടെണ്ണല്ല മൂപ്പരെ, ഒന്ന് തന്നൂടെ, തരാൻ പറ്റില്ല. അങ്ങനെ ഇയാള് ഈ ഫക്കീറിനെ തട്ടി മാറ്റിട്ട് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അതാ ഒരു സിംഹം വാ പിളർന്നു വരുന്നു. ഇയാളാകെ ബേജാറായ സമയത്ത് എന്ത് ചെയ്തു എന്നറിയോ? ഇയാള് വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് സിംഹത്തെ എറിഞ്ഞു. അപ്പോൾ സിംഹം ചത്ത് മലച്ചു. ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ഉമ്മാമ കഥ പോലത്തെ കഥയാ. എന്നിട്ട് അതിന്റെ വിശദീകരണം എന്താണെന്നറിയങ്ങള്? ഒരു ദിവസം മൊയ്യദ്ദീൻ ശേഖ് ഇങ്ങനെ കുട്ടിയായിരിക്കുമ്പോ ബാപ്പ കുട്ടീനെടുത്ത് ഇങ്ങനെ താലോലിക്കാൻ മടിയിൽ വെച്ചിട്ട് പിടിച്ചു താടിക്കണിട്ട്. സാധാരണ കുട്ടികളെ പിടുത്തല്ല, പെരുമ്പിടുത്തം. അപ്പോ എന്താ സൗദി എന്ന് ചോദിച്ചപ്പോ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ആ വിജനമായ സ്ഥലത്ത് വെച്ച് നിങ്ങളോട് വത്തക്ക ചോദിച്ചപ്പോ നിങ്ങൾ തന്നോ? ഓ, എന്നിട്ട് ഇപ്പൊ താലോലിക്കണില്ല എന്ന് ബാപ്പാനോട്. അപ്പൊ ഉമ്മാന്റെ പള്ളിന്ന് മൂപ്പര് ഇറങ്ങിപ്പോയിട്ട് അവിടെ പോയി ഫക്കീറിന്റെ വേഷത്തിൽ ബാപ്പാനെ പരീക്ഷിക്കാൻ വേണ്ടി നിന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മാന്റെ പള്ളിയിൽ തന്നെ കയറി കുത്തിരുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ശുന്യാവുള്ളൂ. 22 കാരറ്റ് ശുന്യാകണമെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കണം. ഇതാണ് ഖുറാഫി എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായില്ലേ? കണ്ടതും കേട്ടതൊക്കെ വിശ്വസിക്കണം. ഇതാണ് മൊഹിയുദ്ദീൻ മൗലിദിലുള്ള മറ്റൊരു കഥ. റിഫായി മൗലിദിലുള്ള ഒരു വരി ഓരോ വരിയൊക്കെ പറയാൻ സമയമുള്ളൂ. കാരണം എന്താ അറിയോ? എത്രയല്ലത്, പലതും ഞാൻ വിട്ടുകളയാണ്. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى به شفتي. സാധാരണ നിലക്ക് ഞാൻ റസൂലിന്റെ ഖബറിൽ വന്നിട്ട് പാടിയതാണ് ഇത്ര റിഫായി ശേഖ്. സാധാരണ നിലക്ക് ഞാൻ ഇങ്ങോട്ട് വരാറില്ല. ഞാൻ എന്റെ റൂഹിനെ മദീനത്തേക്ക് അയച്ചിട്ട് ഞാൻ നാട്ടിലിരിക്കലാണ് പതിവ്. റൂഹ് വന്നിട്ട് അങ്ങയുടെ ഖബർ മുത്തിയിട്ട് തിരിച്ചു വരും. അതുവരെ മൂപ്പര് മയ്യത്താ. ഒരു റൂഹലുണ്ടാകുക, റൂഹ് പോയാൽ പിന്നെ മയ്യത്തല്ലേ. അപ്പൊ ഇയാളിങ്ങനെ വെച്ചെടുക്കല. റൂഹ് പോയാല് അതോ റൂഹാനി 2 റൂഹുണ്ടോ അറിഞ്ഞൂടാ. എന്നിട്ട് ഇതാ ഞാനിപ്പോൾ ഉടലോടെ വന്നിരിക്കുന്ന സന്ദർഭമാണ് നബിയെ, അതുകൊണ്ട് അങ്ങയുടെ 2 കൈയൊന്ന് നീട്ടിക്കാട്ടെ, എന്റെ ചുണ്ടുകളൊന്നാ കൈകളൊന്ന് മുത്തിമണത്ത്, അതുകൊണ്ട് സായുജ്യമടയട്ടെ. അപ്പൊ ഖബറിന്ന് 2 കൈകൾ പുറത്തു വന്നു. ആയിരങ്ങൾ നോക്കി നിൽക്കെ റിഫായി ശൈഖ കയ്യുമുത്തി എന്ന് ശ്രുതിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് തബ്ലീഗർ കിതാബ് പറയുന്നത്. തബ്ലീഗർ എന്ന ഇസ്തിരിട്ട ഖുറാഫിയ. അവരുടെ പുസ്തകത്തില് ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ ഈ ബെയ്ത്തെടുത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കൾ ഇതൊക്കെ വിശ്വസിക്കാണ്. തബ്ലീഗർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ, വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ഇരുന്നിട്ട് തലാട്ടി കൊടുക്കുക. എന്തോ കഥ, ആയിരങ്ങൾ കണ്ടു നിൽക്കെ റസൂലിന്റെ കയ്യും കെടുത്ത് നീട്ടീന. ഈ തരത്തിലുള്ള കള്ളക്കഥകൾ ഒരുപാട് ഇതിൽ കോറി വെച്ചിരിക്കുന്നു. മാത്രമല്ല സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് തുടങ്ങുന്നത് തന്നെ എന്താണ്? മങ്കൂസ് മൗലിദ് തുടങ്ങുന്നതിന് സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. നബിയാകുന്ന പ്രവാചക ചന്ദ്രനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദയം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനത്രേ. അദ്ദേഹത്തിന്റെ പ്രകാശത്തെ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പടച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ നബിപ്രകാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് മുഹമ്മദ് എന്ന് പേരും വെച്ചിരിക്കുന്നു. അപ്പൊ ലോകത്ത് ആദ്യം ഉണ്ടായത് എന്താ? അള്ളാഹുവിനെ കഴിച്ച അള്ളാണ് ആദ്യം ഉണ്ട്. അള്ള എന്നും ഉള്ളവനാണ്. അവൻ അതിനുശേഷം ആദ്യം ഉണ്ടായത് ആരാണ്? മുഹമ്മദ് നബിയുടെ പ്രകാശമാണ്. ഈ പൊട്ട പോയത്തം സുഹൃത്തുക്കളെ നമ്മുടെ സുഹൃത്തുക്കൾ വിശ്വസിച്ച് നടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പ്രകാശം. ഇവിടെ പ്രസംഗിച്ചൊരു മുസ്ലിയാർ 2 കള്ള ഹദീസുകൾ ഉദ്ധരിച്ചു. ഒന്ന്, ജാബിർ റളിയല്ലാഹു അൻഹുവിനോട്
ജാബിർ റളിയല്ലാഹു നബിയോട് ചോദിച്ചു, നബിയേ അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ ഒന്നാമതായി സൃഷ്ടിച്ച വസ്തു ഏതാണെന്ന് നബിയേ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോ മറുപടി കൊടുത്ത എന്താണെന്നറിയോ? ജാബിറേ, നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് അല്ലാഹു ഒന്നാമതായി പടച്ചത്. കള്ള ഹദീസ് അത്. മുസ്ലിയാക്കന്മാര് പറയുന്നത് മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട്. ഒരു സഖാബി പ്രസംഗിച്ചപ്പോ ഞാൻ ചോദിച്ചു, മുസ്ലിയാരെ മുസന്നഫിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആയിരക്കണക്കിന് ഹദീസിന്റെ മുസന്നഫ് അബ്ദുർ റസാഖിൽ ഏത് അധ്യായത്തിൽ എത്രാമത്തെ നമ്പർ എന്നൊക്കെ പറയണം. മൗലവി തെരഞ്ഞിട്ട് കണ്ടില്ലല്ലേ, അത് മവാഹിബുൽ ലദുന്നിയയിലുണ്ട്. അപ്പൊ മൂപ്പരും തെരഞ്ഞിട്ട് കാണൂല, ഇല്ലാത്തത് കാണൂ. അപ്പൊ മവാഹിബുൽ ലദുന്നിയ എന്ന് പറയുന്ന ഒരു കീറ കിതാബുണ്ട്. ആ കീറ കിതാബ് വേറെ തട്ടിവിട്ടതാണ്. മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട്. മുസന്നഫിലുമില്ല, അംഗീകരിക്കപ്പെട്ട ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു ഹദീസ് തന്നെയല്ല. ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന സക്കാഫി കൂട്ടങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. സനദ് സഹിതം ഇന്നാലിന്റെ കിതാബിൽ, ഇന്നാലിന്റെ പേജിൽ, ഇന്നാലിന്റെ അധ്യായത്തിൽ, ഇന്നാലിന്റെ നമ്പറിൽ ആ ഹദീസ് ഉണ്ട് തെളിയിക്കട്ടെ. തെളിയിക്കാൻ കഴിയില്ല. കള്ള ഹദീസുകൾ തട്ടിവിട്ടതാ. മവാഹിബുൽ ലദുന്നിയക്കാരൻ തട്ടിവിട്ടു. അതിവരിങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നുണയൻ എന്ന് പറഞ്ഞാൽ അയാൾ അതിങ്ങനെ മറ്റുള്ള നുണയന്മാരതിങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പയ്യന്നൂരിലും നമ്മൾ കേട്ടത്. പിന്നെ അവ്വലു മാ ഖലഖല്ലാഹു നൂരി സജദ യസ്ജുദു ലില്ലാഹി സിനീൻ, അല്ലാഹു ആദ്യം പടച്ചത് എന്റെ പ്രകാശമാണ്, എന്നിട്ട് ആ പ്രകാശം അല്ലാഹുവിൽ ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ നബിപ്രകാശത്തിന്റെ കള്ളക്കഥ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലോകത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എവിടെയെങ്കിലും നബിപ്രകാശത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മുസ്ലിയാക്കന്മാര് കെട്ടിയുണ്ടാക്കിയതാ. എന്നിട്ട് പിന്നെ എന്താ പറയോ, ഈ പ്രകാശത്തെ എപ്പോഴാണ് ഈ പ്രകാശം ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ച് തന്നെ മുസ്ലിയാക്കന്മാർക്കിടയിൽ തർക്കാണ്. ചില മാലയിൽ പറയുന്നത് ഈ പ്രകാശം 2000 വർഷം, അതിങ്ങനെ ആദമിനെ സൃഷ്ടിക്കുന്ന 2000 വർഷം മുമ്പാണ് ഉണ്ടാക്കിയത് എന്നാണ്. അൽഫൈ ആമിന്നാ പറയുന്നത്, മങ്കൂസ് പറയുന്നത്. എന്നാൽ മഹമൂദ് മാല എന്ന് പറഞ്ഞ മാലുണ്ട്, അതിൽ പറയുന്നത് ആദമിനെ പടക്കുന്നതിന് 1,00,000 വർഷം മുമ്പ് എന്നാ. അതെങ്ങനെ അറിയോ? നല്ല നബി ആദം തന്നെ പടക്കും മുൻ 100,000 മുമ്പേ ഉദിത്തോവർ. നബിയെ പടക്കുന്നതിന്റെ 100,000 കൊല്ലം മുമ്പ് ആരെ പടച്ചിരിക്കുന്നു? റസൂലുള്ളാഹിന്റെ പ്രകാശം പടച്ചിരിക്കുന്നു. ഇനി വേറെ ചില മൗലീദികൾ 70,000 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് സമാചാരമാണ് സത്യം? മങ്കൂസുകാരൻ പറയുന്ന 2000 കൊല്ലാണോ? അതല്ല മഹമൂദ് മാലക്കാരൻ പറയുന്ന 1,00,000 വർഷമാണോ? മഹമൂദ് അല്ലെങ്കിൽ ജാല മുഹമ്മദേനം പറയുന്ന 70,000 വർഷമാണോ? ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നബിയുടെ പ്രകാശം പടച്ചു വന്ന കള്ളക്കഥ. എന്നിട്ട് ആദം നബിയെ പടച്ചപ്പോ ഈ നബിപ്രകാശത്തെ ആദം നബിയെ പടക്കാൻ ഉപയോഗിച്ച മണ്ടിയിൽ കൂട്ടിക്കുഴച്ചൂതാ. ഈ കൗതുക വാർത്ത ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. നമ്മളെ മുസ്ലിയാക്കന്മാര് പറയുന്ന പാടി നടക്കുന്ന ഒരു ബൈത്താണ്, മുഹമ്മദുൻ സാഹിബു തബ്ലീഗ് ഖതമുഹു വസാദിറുൽ അവ്വലുൽ മഖ്റൂനു ബിൽ ഖിദമി. മുഹമ്മദ് നബി ദീനിനെ എത്തിച്ചു തരുന്ന വ്യക്തിയാണ്, പ്രവാചകന്മാരിൽ അന്തിമനുമാണ്. പക്ഷേ ഖദീമായ അള്ളാഹുവിനോട് കൂടെയുള്ള ആദ്യം ഉത്ഭവിച്ച വ്യക്തിയുമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നാണ്. അള്ള കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഉണ്ടായത് മുഹമ്മദ് നബിയുടെ പ്രകാശമാണ് എന്നാണ് സുഹൃത്തുക്കളെ. ഇത് മുസ്ലിയാക്കന്മാർ അവരെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. താരീഖുർ റസൂൽ എന്ന് പറയുന്ന 3ാം ക്ലാസ്സിലെ സമസ്തക്കാരുടെ പുസ്തകത്തിൽ നബി തങ്ങളുടെ പ്രകാശം എന്നൊരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിച്ചത് എന്നാണ്. അപ്പൊ ശൈത്താനെ സൃഷ്ടിച്ചത് നബി പ്രകാശത്തുനിന്ന്, കള്ള് സൃഷ്ടിച്ചത്, വേശ്യാലയം സൃഷ്ടിച്ചത്, കൊരങ്ങിനെ സൃഷ്ടിച്ചത്, പന്നിനെ സൃഷ്ടിച്ചത്, മുസ്ലിയാനെ സൃഷ്ടിച്ചത് ഒക്കെ ഈ പ്രകാശത്തുനിന്നാണ് എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങള് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഈ നബി പ്രകാശത്തിൽ നിന്നാണെന്നാണ്. എന്തൊരു കള്ളക്കഥയാണിത്! എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ കൗതുക വാർത്ത? എന്നിട്ട് 5, 3, 8 വയസ്സുള്ള കുട്ടികളെ മണ്ടയിലേക്ക് ഈ ഖുറാഫാത്ത് അടിച്ചു കയറ്റുക. ചില ആള് പറയാ, അടുത്തുള്ള മദ്രസ സുന്നി മദ്രസ അല്ലേ, എന്നാ അവിടെ പോയിക്കോട്ടെ, ഒന്ന് ഓതാൻ പഠിച്ചോട്ടെ. നമ്മളെ കുട്ടി നമ്മളെ ശത്രുവായിട്ടാ വരിക. മനസ്സിലാക്കിക്കോളി, നമ്മളെ കുട്ടി ഈ ചെറുപ്പകാലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കള്ളക്കഥകളാണ് നമ്മളെ കുട്ടികളെ മണ്ടയിലേക്ക് അടിച്ചു കയറ്റുന്നത്. കണ്ടോ, നബി തങ്ങളുടെ പ്രകാശ ലോകത്ത് ആദ്യം പടക്കപ്പെട്ടത്, അതിൽ നിന്നാണ് സർവ്വ ചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. മാത്രല്ല, പ്രകാശ സൃഷ്ടി ആരാണ് ശരിക്ക്? ഹുലിക്കത്തിൽ മലായിക്കത്തു മിന്നൂർ, മലക്കുകളാണ് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. ജിന്നുകൾ തീജ്വാല കൊണ്ടും മനുഷ്യന്മാരെ മണ്ണുകൊണ്ടും. ഇതല്ല ഖുർആൻ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കാണോ?
മുസ്ലിയാക്കന്മാർ പറയുന്നത് പ്രവാചകന്മാർ മാനുഷിക പ്രകൃതിയുള്ളവരാണെങ്കിലും ആത്മീയമായവർ മലക്കുകളാണ് എന്ന് അവരെ മദ്രസ പഠിപ്പിക്കുന്നത്. അപ്പൊ പകുതി മലക്കും പകുതി മനുഷ്യനും. അപ്പൊ നോമ്പൊക്കെ നല്ല സുഖ. കാരണം എന്താ, പകുതി മലക്കല്ലേ. നബിക്ക് നോമ്പോൽക്കാൻ ഒരു പ്രശ്നമല്ല, എത്രയും നോമ്പോൽക്കാലോ. ഇതെങ്ങാനും അബൂജഹലിന്റെ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ സഹാബികളെ കളിയാക്കൂലേ, എടോ നിങ്ങളങ്ങനെ കൂടിക്കോ അയാളെ കൂടെ, അയാള് പകുതി മലക്ക, അയാൾക്ക് ഭക്ഷണം തന്നെ കിട്ടിക്കോണമെന്നില്ല, നിങ്ങൾ ഇത് പുണ്യാന്ന് പറഞ്ഞതിന്റെ പിന്നാലെ കൂടിക്കൊന്ന് കളിയാക്കുമായിരുന്നില്ലേ സുഹൃത്തുക്കളെ? എന്നാൽ ഖുർആൻ അർത്ഥസംഖ്യക്കടമില്ലാത്ത വിധം പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പറയുക ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞു. അതിന് സുന്നി പരിഭാഷകൾ തന്നെ എഴുതിയ അർത്ഥം എന്താണെന്ന് മുസ്ലിയാരുട്ടികളൊന്ന് പോയിട്ട് വായിച്ചു നോക്കണം. ഉണ്ണുക, ഉറങ്ങുക, വിവാഹം കഴിക്കുക പോലുള്ള വിഷയങ്ങളിൽ നബി നമ്മളെ പോലെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, മജ്ജയുണ്ട്, മാംസമുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, നബിക്ക് വിചാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉറക്കമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഈ കാര്യത്തിലൊക്കെ നബി മറ്റു മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. വഹ്യ ലഭിക്കുന്നു എന്നതാണ് പ്രവാചകന്മാരുടെ പ്രത്യേകത. വഹ്യ ലഭിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് അഭൗതികമായ മാർഗത്തിലൂടെ സന്ദേശങ്ങൾ ലഭിക്കുന്നു. അവർ പാപസുരക്ഷിതരായിരിക്കും, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാത്തവരായിരിക്കും. ഇതാണ് പ്രവാചകന്മാരുടെ പ്രത്യേകത എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നബിമാർ മനുഷ്യരായിരുന്നു എന്ന സത്യത്തെ ഇവർ ഇല്ലാതാക്കി, നബി ഒരു പ്രകാശ ശക്തിയാക്കി. മൗലൂദിലുള്ള ഒരു വരിയാണ്. ഇപ്പൊ മാർക്കോസും കൂട്ടരും താളമേളങ്ങളോടെ ഇറക്കിയ മൗലൂദ് കാസറ്റിലുണ്ട്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി ഖലികുനല്ലാഹു റാസികുന. ഖുറാബികൾ ഇങ്ങനെ താളം പിടിച്ച് പാടും. എന്താ ഈ പാടുന്നതെന്ന് അറിയങ്ങള്? നബിയെ, നിങ്ങൾ താമസിക്കുന്ന വീട് അവിടെ വിളക്കിന്റെ ആവശ്യമില്ല. അപ്പൊ നബിന്റെ ഒരു ട്യൂബ് ലൈറ്റ് ആണെന്നല്ല അർത്ഥം. എന്ന് മാത്രല്ല, തങ്ങൾ ഒളിവാലിരുൾ രാവിൽ വീണുള്ളേ ദൂഷിയും ആയിഷാ ബീബി എടുത്തോവർ. ദൂഷി സൂചി കാണാതെ വീണ്ടുപോയി, കാണുന്നില്ല. അപ്പൊ നമ്മള് ഭർത്താവിനോട് ആ ടോർച്ച് നിന്നിട്ട് അടിക്കുന്നറിയില്ലേ എന്നതുപോലെ ആയിഷ ബീബി നിങ്ങളൊന്നും നിന്നാണ് നബിയെ, നിങ്ങൾ വെളിച്ചത്തിൽ ആ ടോർച്ച് നിർത്താട്ടെ ഞാൻ. ഇങ്ങനെയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താ? നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നബി ഇങ്ങനെ നിസ്കരിക്കും. ഇന്നത്തെ പോലെ വിശാലമായ റൂമെന്നല്ല, രാത്രി എണീറ്റ് ദീർഘമായി നിസ്കരിക്കുമ്പോ ആയിഷാ ബീബി മുമ്പ് കിടക്കുന്നുണ്ടാവും. നബി സുജൂദ് ചെയ്യുമ്പോഴേക്ക് ആയിഷാ ബീബി കാല് നീട്ടിണ്ടാവും. ചെറുപ്രായം പെണ്ണല്ലേ. നബി കാലുകിട്ട് പിടിച്ച് മാറ്റിയിട്ട് അവിടെയാണ് സുജൂദ് ചെയ്യുക. 2ാമത്തെ റക്അത്തിലേക്കല്ലോ പിന്നെയും. ഇത് ഹദീസിലുള്ളത്. ആയിഷാ ബീബി പറയാണ്, മയ്യിത്തുകട്ടിൽ മുമ്പിൽ വെച്ചതുപോലെ ഞാൻ കിടക്കാറുണ്ട്. മുസ്ലിയാക്കന്മാര് പറഞ്ഞ ഭാര്യയെ തൊട്ടാ ഒന്നു മുറിയുന്ന. അപ്പൊ നബിന്റെ ഒന്നു എന്താ, കോൺക്രീറ്റ് ഒന്നുവാ തന്നെ. അപ്പൊ പറയും മുസ്ലിയാക്കന്മാർ അവിടെ മറയുണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോഴേ. നബി എന്താ ഇലക്ട്രിക്കിന്റെ പണിയിൽ പോയ ഗ്ലൗസ് ഇട്ടിട്ടാ നിൽക്കല്? അതല്ല, ആയിഷ ബീബി ചുരിദാറും സോക്സും ഇട്ടിട്ടാ കിടക്കല്? എന്തായി പറയുന്നത്? അപ്പൊ അത് വേറെ വിഷയമാണ്, കൂട്ടത്തിൽ പറഞ്ഞുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആ ഹദീസിൽ അവസാനമുണ്ട് വൽ ബുയൂത്ത് ലൈസ ഫീഹാ മസാബിഹ്. അന്ന് വീടുകളിൽ, നബിയുടെ വീടുകളിൽ വിളക്കുണ്ടായിരുന്നില്ല. അപ്പൊ ഭാര്യനെ ഇങ്ങനെ തപ്പി വെക്കാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നബി കാല് പിടിച്ച് മാറ്റുന്നത്. നബി ഒരു വെളിച്ചാണെങ്കിൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ? നബിയെ എണീറ്റാൽ തന്നെ വെളിച്ചായില്ലേ? പിന്നെ ആയിഷ ബീവിയെ തപ്പി വെക്കേണ്ട ആവശ്യമുണ്ടോ? സുജൂദ് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോ തടയേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ നബിയെ കാണാതിരുന്നിട്ട് ഒരിക്കൽ ആയിഷ ബീവി ഇങ്ങനെ തപ്പി നോക്കി. അപ്പൊ പള്ളിന്റെ ചെരുവിലാണ് നബിന്റെ വീട്. പള്ളിയിൽ നബി ഇങ്ങനെ കടന്നിട്ട് ആയിഷാന്റെ തലേന്ന് ചീക്കാൻ തന്നെ വീട്ടിൽ നിന്ന് ചീകി കൊടുക്കുക. എന്നാൽ ഉടലും തലയും തമ്മിലെ വ്യത്യാസമുണ്ട്. അങ്ങനെ തപ്പി 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 പള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ തപ്പി നോക്കി. അപ്പൊ നബി തഹജ്ജുദ് നിസ്കരിക്കാണ്. നാട്ടിവെച്ച നബിയുടെ കാലിന്റെ പള്ളക്ക് തൊട്ടൂന. എന്തിനാ തപ്പിയോകളെ കണ്ടാണ് വീഴ്ചാ പറയാം. നബിന്റെ ഒരു വെളിച്ചല്ലേ, മദീന പള്ളി പോയപ്പോ വെളിച്ചല്ലേ. അപ്പൊ ഈ പൊട്ടന്മാര് മനസ്സിലാക്കിയിട്ടുള്ളത് നബി ഒരു വെളിച്ചം 100 പറഞ്ഞ ട്യൂബിലേറ്റ് മാതിരിയാന്നാ അല്ലേ? നമ്മളെ വലിയ വയറുള്ളവരുകല്ലേ മദീനയിലേക്കുള്ള പാത, മൂപ്പര് പോലും പറയുന്നുണ്ട് നബിക്ക് നയലില്ല. പൊട്ടത്തരം എന്നല്ലാതെ എന്താ പറയാ? വലിയ വിവരണം പറഞ്ഞാൽ വലിയ പൊട്ടത്തരായി, അത്ര തന്നെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിൽ റസൂലുള്ളാഹിക്ക് നയലില്ല, റസൂൽ വെളിച്ചാണ് എന്നുള്ള പൊട്ടത്തരങ്ങൾ ഇവർ ജനങ്ങളിടയിൽ പറയുന്നു. റസൂൽ വെളിച്ചമാണെന്ന് പരിശുദ്ധ ഖുർആൻ 100 നബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയങ്ങള്? അന്ധവിശ്വാസങ്ങളും അജ്ഞതയും മൂടിക്കെട്ടി നിന്നിരുന്ന ആ രാജ്യത്ത് വിജ്ഞാനത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിന്റെ വെളിച്ചം പരത്തിന സാഹിത്യത്തിൽ പറഞ്ഞതാ. നേർക്കേറെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഈ മുസ്ലിംമാർക്കുണ്ടോ സാഹിത്യം മനസ്സിലാകുന്നത്? അപ്പൊ അവര് വിചാരിച്ചത് ഒരു ട്യൂബ്ലൈറ്റ് ആയിരിക്കും. അപ്പൊ അവര് പറഞ്ഞു നബി വെളിച്ചാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ മങ്കൂസ് മൗലിദ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മങ്കൂസ് മൗലിദ് കാണാ അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബികൗനിഹി വാലിദാ. ആ പ്രകാശത്തെ കൊണ്ട് ആ
വെച്ചാണ് ആദം നബി തവസ്സുൽ ചെയ്തത്. അദ്ദേഹത്തിന്റെ പിതാവായതിൽ ആദം നബി അഭിമാനം കൊള്ളുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തോട് തവസ്സുൽ ഇടതേട്ടം നടത്തിയിട്ടാണ് ആദം നബി രക്ഷപ്പെട്ടത്. ആദം നബി രക്ഷപ്പെട്ട എങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് ആദമും ഹവ്വയും പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ നാഥാ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പൊറുത്തരുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകുന്നതാണ് എന്നവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പക്ഷെ ഇവര് പറയുന്നത് അതുകൊണ്ടല്ല. ആദം നബി അർശുമ്മൽ ഇങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി എഴുതി വെച്ചത് കണ്ടു. അപ്പൊ മുഹമ്മദ് നബി അള്ളാന്റെ പേരിനോട് ചേർത്ത് എഴുതപ്പെട്ട ആളല്ലേ, അദ്ദേഹത്തിനെ പിടിച്ചളയാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പിടിച്ച് തവസ്സുൽ ചെയ്ത് ഇടതേട്ടം നടത്തിയെന്ന ഇടതേട്ടത്തിന് മുസ്ലിയാക്കന്മാര് തെളിവുണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? നബിയുടെ പ്രകാശത്തോടൊപ്പം തന്നെ ആരുണ്ടെന്നാ? മൊയ്യദ്ദീൻ ശൈഖ് ഉണ്ടെന്നാണ്. അനകുന്തു ഫിൽ ഉൽയാ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈൻ ഇജ്തിമാഅൽ ഹഖീഖതി. ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് നബിന്റെ പ്രകാശം മാത്രമല്ല, മൊയ്യദ്ദീൻ ശൈഖ് ഉണ്ട്. നബിയുടെ പ്രകാശത്തിന്റെ കൂടെ ആ ഉന്നത സ്ഥാനങ്ങളിൽ ഞാനും ഉണ്ടായിരുന്നു. ഖാബ ഖൗസൈൻ എന്ന യഥാർത്ഥ സംഗമസ്ഥാനത്തും ഞാനുണ്ടായിരുന്നു. ആര്? ഞാന് മൊയ്യദ്ദീൻ ശൈഖ് ഉണ്ടായിരുന്നു. അപ്പൊ ലോകത്തെ പടച്ചിട്ടില്ല. അതിനു മുമ്പ് ആരുണ്ട്? മൊയ്യദ്ദീൻ ശൈഖ് ഉണ്ട്, അതുപോലെ തന്നെ ഫാത്തിമ ബീവി ഉണ്ട്, അലി ഉണ്ട്, ഹസൻ ഉണ്ട്, ഹുസൈൻ ഉണ്ട്, എല്ലാരും ഉണ്ട്. ലോകത്തോട്ട് പഠിച്ചിട്ടില്ല. ഇതെല്ലാം ഷിയായിസം അല്ലെങ്കിൽ പിന്നെ ഷിയായിസം എന്താണ്? അതുകൊണ്ടാണ് നിങ്ങളെ കേരള ഷിയാക്കൾ എന്ന് പറയുന്നത്. സമസ്ത കേരള സുന്നി യുവജന സംഘമല്ല, സമസ്ത കേരള ഷിയാ യുവജന സംഘം എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം അതാണ്. ഇനി കേട്ടോളൂ, നൂഹ് നബി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? നമുക്കറിയാം, നൂഹ് നബിക്ക് കപ്പലും പ്രളയത്തിലും അദ്ദേഹം രക്ഷപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കപ്പലിൽ വഹിച്ചു. നമ്മുടെ കൺമുമ്പിലൂടെ സഞ്ചരിക്കുന്ന ആ കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിച്ചു. അങ്ങനെയാണ് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. നൂഹ് നബിയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരും അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പക്ഷെ മങ്കൂസിയരം പറഞ്ഞെന്താറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്തു ആദം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് ആ മുഹമ്മദ് നബിയോടാണ് നൂഹ് നബി ഇസ്തിഗാസ നടത്തിയത്. അപ്പൊ തവസ്സുലിനും തെളിവായി, ഇസ്തിഗാസക്കും തെളിവായി. കണ്ടോ? ഉദരപൂരണത്തിനുള്ള രണ്ട് സംഗതികളും റെഡി. ആരാ മങ്കൂസ് ഉണ്ടാക്കിയത്? ചോദിച്ചോക്കണം നിങ്ങൾ മുസ്ലിയാരോട്. സാധാരണക്കാരെ വിചാരിച്ചു നബിന്റെ കാലം മുതൽക്കേ ഉള്ളതാണ്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും ഒക്കെ ചെല്ലിയ മൗലിദാവും നമ്മൾ പോയി ചെല്ലണമെന്നാണ് അല്ലെ? മുസല്ല വിരിച്ച് ഒന്നുണ്ടാക്കി വന്ന് നല്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് സുഗന്ധമൊക്കെ പൂശി ചെല്ലണ സാധനല്ലേ? ആരുണ്ടാക്കിയതറിയോ? സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടാക്കിയതാണത്രേ. അത്രേന്നാ എന്നാ ഉറപ്പില്ല. പണ്ട് പൊന്നാനിയിൽ കോളറ ബാധിച്ചു അത്രേ. അപ്പോൾ കോളറയിൽ ആളുകൾ മരിക്കാൻ തുടങ്ങിയത്രേ. അപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിനെ സമീപിച്ച് ആളുകൾ സങ്കടം പറഞ്ഞു അത്രേ. അപ്പോൾ അദ്ദേഹം മൗലീദ് രചിച്ചു കൊടുത്തു അത്രേ. എത്രേ ഒക്കെ എത്രയാണ്. ആദാനൊരു വാറോലേത് ആരുണ്ടാക്കിയത് അഡ്രസ് ഇല്ല. സൈനുദ്ദീൻ മഖ്ദൂം ആണെങ്കിൽ തന്നെ ഏത് സൈനുദ്ദീൻ മഖ്ദൂമാ? ഫത്വൽ മുഈൻ ഉണ്ടാക്കിയ സൈനുദ്ദീൻ മഖ്ദൂം ആണോ? എങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും മങ്കൂസ് മൗലീദ് പേര് പറഞ്ഞോ? അതിന്റെ പേരിന്റെ തെറ്റാ. മങ്കൂസ് എന്നാണ് ശരിക്ക്, കേഫാണ്. അതോ അങ്ങനെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? തനക്കസ്തമഖ്ലൂബൻ ഫമാരാക ഖുല്ലനാ. ബിംബം മറിഞ്ഞു വീണ് റസൂല് മരിച്ചപ്പോ അപ്പൊ എന്തുകൊണ്ടായി മറിഞ്ഞു വീണെന്ന് അടുത്തൊരാൾ ചോദിച്ചു എന്നാ. മാത്രല്ല വാസ്ബഹത് അസ്നാമു ദുനിയാ കുല്ലുഹാ മങ്കൂസതൻ. ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും വന്ന് തലകീഴായി മറിഞ്ഞു. അതാണ് മങ്കൂസ്, തലകീഴായി മറിഞ്ഞത്. ആ പേരതിനിട്ട്. അപ്പൊ ഏതോ ഒരു ബിരുദം ഇത് തലതിരിഞ്ഞ മൗലൂദ് ആളുകൾ വിചാരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാഫ് മാറ്റിട്ട് കാഫാക്കി. കേൾക്കുമ്പോ മങ്കൂസ്. സാധാരണക്കാരെ വിചാരം, മലയാളികളെ വിചാരം മണ്ണുകൊണ്ടുണ്ടാക്കിയ കൂസാണ്. മണ്ണെന്ന മൺകൂസ്, അത് അറബി. അത് മങ്കൂസ് തലതിരിഞ്ഞ മൗലൂദ് എന്നുള്ളതിനെ ഒരുത്തം ചെറിയ കൈക്രിയ നടത്തി ചുരുക്കപ്പെട്ട മൗലൂദ് നാക്കിയതാ. അതിലുള്ള കള്ളക്കഥ കണ്ടങ്ങള്. നൂഹ് നബി അള്ളാഹു രക്ഷിച്ചു എന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ നൂഹ് നബി മുഹമ്മദ് നബിയോട് സഹായം തേടിയിട്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ് ആര് പറയുന്നത്? മങ്കൂസുകാരൻ പറയുന്നത്. മാത്രല്ല മൊയ്യദ്ദീൻ ശൈഖിന്റെ ആള് പറഞ്ഞ കാര്യങ്ങള് അനകുന്തു മഅനൂഹിം ബി അഹ്ലാ സഫീനതി ബിഹാറം വ തുഫാനൻ അലാ കഫി ഖുദ്റതി. ഞാൻ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. കപ്പലിന്റെ ഏറ്റവും ഉച്ചിയിൽ ആ കൊടിന്റെ തലപ്പത്ത് ഞാൻ ഉണ്ടായിരുന്നു.
ആ പ്രളയത്തിലും ആ കടലിലുമൊക്കെ എന്റെ കൈപ്പത്തിയാകുന്ന കഴിവിന്മേലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. മൊയ്തീൻ ഷെയ്ഖ് ഉണ്ടായതുകൊണ്ടാണ് നോഹി നബി രക്ഷപ്പെട്ടത് എന്നാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ ആള് പറയുന്നത്. മങ്കൂസേരം പറയുന്നത് നമ്മൾ നബി ഉണ്ടായതുകൊണ്ടാണ്. അള്ള പറയും ഞാൻ രക്ഷപ്പെടുത്തിയാണ്. ഇതിലേതാ വിശ്വസിക്കല്? ഏത് സമാചാരമാണ് സത്യം ഖുറാഫി? 3 സത്യം വിശ്വസിച്ചാലേ ഖുറാഫിയാവുള്ളൂ. വൈരുദ്ധ്യങ്ങൾ കൂടി വിശ്വസിക്കണം എന്നാ സുഹൃത്തുക്കളെ ഖുർആൻ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇത് ഏതൊക്കെയോ ആളുകൾ എഴുതി കൂട്ടി ഉണ്ടാക്കി നമുക്ക് വിശ്വസിക്കേണ്ട യാതൊരു കാര്യമല്ല. ഇനിയും മങ്കൂസിയാരം തുടരുന്നു. വകാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ. ഇബ്രാഹിം നബിയെ തീയിലിടുമ്പോൾ റസൂലുള്ളാഹി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുതുകിൽ. അതുകൊണ്ടാണ് ആ തീ അണഞ്ഞു പോയതും ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതും. അല്ലാഹു പറയുന്നെന്താ? ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു പറയുന്നു, ഞാൻ തീയിനോട് പറഞ്ഞു, തീയേ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകണം. അങ്ങനെ അള്ളാഹു പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് അവർ തന്ത്രം വിചാരിച്ചു, പക്ഷേ നമ്മൾ അവരെ പരാജയപ്പെടുത്തി. അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പക്ഷെ മങ്കൂസിയാരൻ പറയുന്നത് നബിയുടെ പ്രകാശം മുതുകിലുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നാണ്. പക്ഷേ മൊയ്യദ്ദീൻ ഷെയ്ഖിന്റെ ആള് വിട്ടുകൊടുക്കുന്നില്ല. വകുന്തു മഅ ഇബ്രാഹിമ മുൽഖം ബിനാരിഹി വമാ ബാരിദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയെ തീയിലിടുമ്പോ ഞാനുണ്ടായിരുന്നു. ആ തീ തണുത്തു പോയത് എന്റെ പ്രാർത്ഥന കൊണ്ടാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുത്തിയത് മൊയ്തീൻ ഷെയ്ഖാണെന്നാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ ആള് പറയുന്നത്. ഇതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ചാലേ സുന്നിയാകുമെങ്കിൽ അത് സുന്നിയല്ല, അതൊരു തരം ചന്നിയാണ്. ആ ചന്നിക്കാണ് ഞങ്ങളിപ്പോ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പയ്യന്നൂരിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സലഫികൾ ഈ ചന്നിക്കെതിരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സുന്നിയല്ല, ചന്നിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മങ്കൂസിൽ നിന്ന് മാത്രമല്ല, ഏത് മൗലിദിന്റെ കിതാബിലെടുത്ത് നോക്കിയാലും ഇതുപോലത്തെ മുഴുവൻ കള്ളക്കഥകളാണ്. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാക്കന്മാര് പറഞ്ഞത് മൗലിദ് എന്ന് പറഞ്ഞാൽ ചരിത്രമാണ്, മൗലിദ് പാരായണം എന്ന് പറഞ്ഞാൽ ചരിത്ര പാരായണമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ടി മുഹമ്മദ് മുസ്യാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ മങ്കൂസിന്റെ പരിഭാഷയിൽ അതിന്റെ മുഖവരയിൽ തന്നെ കാണുന്നത് ഗർഭം ധരിച്ചത് മുതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭം ധരിച്ചത് മുതൽ പ്രസവം വരെയുള്ള സംഗതികളല്ലാതെ ഈ മൗലിദിൽ യാതൊന്നുമില്ല എന്നാണ്. ചരിത്രം എന്ന് പറഞ്ഞ ഗർഭം ധരിച്ച മുതൽ പ്രസവിക്കുന്നത് വരെയാ. പ്രസവിച്ചിട്ട് ആ ചരിത്രം തുടങ്ങി തന്നെ. അയാൾ ഇത്രാം തീയതി ജനിച്ചു, അയാളെ വാപ്പാന്റെ പേരിനത് ഇന്ന സ്ഥലത്ത് ജനിച്ചു, നല്ല ചരിത്രം തുടങ്ങല്. ഇത് ഗർഭം ധരിച്ചത് മുതൽക്കാ. രജബ് 25 നബിനെ ഗർഭം ധരിച്ചതെന്നാണ്. ഇവര് പോയി നോക്കിയമായി എന്ന് മാത്രമല്ല, രജബ് 25 ഗർഭം ധരിച്ചാന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായി? രജബ് കൂട്ടൂല, അതിന് 3 ദിവസം ഉള്ളൂ. ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ. അപ്പൊ 8ാം മാസം പ്രസവിച്ച പൊട്ടനാണ് നബി. സുബ്ഹാനല്ലാഹ്. മാസം തികയാതെ ഞങ്ങൾ അവിടേക്ക് കുരുത്തക്കേട് കാട്ടിയ കുട്ടികൾ ഈ ചെക്കൻ എന്നാ മാസം തികയാതെ പെറ്റമാതിരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂൽ 10 മാസം തികയാതെ പെറ്റെന്നാണ് ഈ മൗലൂദുകാർ പഠിപ്പിക്കുന്നത്. രജബ് 25 ഗർഭം ധരിച്ചത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭം ധരിച്ചപ്പോൾ 1ാമത്തെ മാസത്തിൽ ആമിന ബീവി ആദം നബിയെ കണ്ടു. അപ്പൊ ഗർഭം കാണാൻ വരാൻ തെളിവായി. 2ാമത്തേൽ ഇദ്രീസ് നബിയെ കണ്ടു. പിന്നെ നബിമാരുടെ വരവാണ്. പിന്നെ ജിബ്രീൽ, മീകായിൽ, സ്വർഗ സ്ത്രീകളെല്ലാം. എവിടുന്ന് കിട്ടിയതായി കൗതുക വാർത്തകളൊക്കെ? ഇതൊക്കെ ഹദീസിലുള്ളതാണോ? യഥാർത്ഥ ചരിത്രത്തിലുള്ളതാണോ? ഏതോ ചരിത്രങ്ങളിലൊക്കെ കള്ളക്കഥകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു മുസ്ലിയാരി അടുത്ത് ചന്ദ്രികയിൽ എഴുതിയിരുന്നു, ബിദായ വന്നിഹായിലുണ്ട്. ബിദായ വന്നിഹായ ഖുർആനേറ്റ. ബിദായ വന്നിഹായിൽ ഇല്ലാത്ത ഒരുപാട് കഥകൾ, ചരിത്രങ്ങളുണ്ട്. ആ കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കഥകൾ പലതും ഇബ്നു കസീർ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വിശ്വസിച്ചോളൂ, മുഴുങ്ങിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഒരുപാട് കള്ളക്കഥകൾ, ഈ കള്ളക്കഥകളെയൊക്കെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ആമിന ബീവി റസൂലിനെ ഗർഭം ധരിച്ചപ്പോൾ പ്രസവവേദന ഉണ്ടായിരുന്നില്ല. ഖുർആൻ പറഞ്ഞ എല്ലാ പെണ്ണുങ്ങൾക്കും വേദന ഉണ്ടാവുന്ന. ഹമലത്തു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹൻ. ഗർഭം ധരിച്ചതും പ്രയാസപ്പെട്ടുകൊണ്ട്, പ്രസവിച്ചതും പ്രയാസപ്പെട്ടുകൊണ്ട് എന്നാണ്. എന്റെ ഉമ്മാക്ക് അത് ഉണ്ടായിരുന്നില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. സഹിഹായ ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. എന്നിട്ട് വേദന ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം പേറ്റുനോവ് തുടങ്ങുന്ന എങ്ങനെ കേട്ടോ നിങ്ങള്? മങ്കൂസിയരം പറയാ, അതാ ഒരു വെള്ളപ്പക്ഷി
ആകാശത്ത് അന്തരീക്ഷത്തിൽ ഇറങ്ങി വന്ന് അതിന്റെ 2 ചിറക് കൊണ്ടും ആമിന ബീവിയുടെ ഗർഭത്തിൽ ഒരു തട്ട് തട്ടി, വയറ്റിനൊന്ന് തട്ടി. അപ്പോൾ പെട്ടെന്ന് തന്നെ പേറ്റിനോവ് സ്റ്റാർട്ടായി. അപ്പൊ ഒരു പക്ഷി സർക്കസ്. ആമിന ബീവി ഇങ്ങനെ നടക്കുക, വേദനയല്ല, ഗർഭത്തിന്റെ രൂപത്തിലേക്ക് അറിയില്ല, അങ്ങനെ നടക്കുന്ന കുറിച്ച് അതാ വരുന്നൊരു ശുഭ്രവിഗ്രഹം. ശുഭ്രവിഗ്രഹം ഞാൻ പറഞ്ഞത് മുസ്ലിയാക്കന്മാരെ എഴുതിയതാ. പണ്ട് മലയാളം നല്ല മലയാളത്തിൽ പഴക്കം പറയുന്ന ഓരോ കൂട്ടം ഞങ്ങൾ ഉൾപ്പെടുത്തല്ലോ. ഈ കൂട്ടരിപ്പോ സംസ്കൃത പറയുന്നത് ആളുകൾക്ക് തിരിയാത്ത ഭാഷ. ശുഭ്രവിഗ്രഹം ധടുതിയിൽ അന്തരീക്ഷത്തും താഴെ വന്നു. അപ്പൊ ഖുറാബിക്കോട്ട് മനസ്സിലാവില്ല. അതാണ് എന്തോ ഒരു സാധനമായിരിക്കും ശുഭ്രവിഗ്രഹം. വെളുത്തൊരു വെള്ളപ്പശിന്നാണ്. പുള്ളത്തി എന്ന് പറഞ്ഞ കൗമാത്. പുള്ളത്തി പാറിയിലെ കൂട്ടരേന്നാ വേദറിഞ്ഞത്. ആ കൂട്ടരെ അപ്പൊ ശുഭ്രവിഗ്രഹം എന്നൊക്കെ പറഞ്ഞത് കേൾക്കട്ടെ. ഏതായിരുന്നാലും ശരി, ഇങ്ങനൊരു പക്ഷി സർക്കസ് ഹദീസിലൊന്നുമില്ല സുഹൃത്തുക്കളെ. പ്രസവിച്ചു വേദനിച്ചു. ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണെന്ന് റസൂൽ പറഞ്ഞത്. നമ്മളൊക്കെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്നതുപോലെ കിടന്ന് കുട്ടിയായി ജനിച്ച് മുലയൂട്ടി അങ്ങനെ വളർത്തി അങ്ങനെ വലുതായി വന്നതാണ്. പ്രത്യേകതകൾ ഉള്ളതുപോലെ പറയണം, ഇല്ലാത്തത് പറഞ്ഞിട്ട് പ്രത്യേകത ഉണ്ടാക്കാനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന ഈസാ നബിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് മറിയം ബീബി അനുഭവിച്ച പ്രസവവേദനയെ കുറിച്ച് സൂറത്ത് മറിയമിൽ പറഞ്ഞിട്ടുണ്ട്. പ്രസവവേദന അവരെ ഈന്തപ്പന മരത്തിന്റെ ചോട്ടിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് വേദന സഹിക്കവയ്യാതെ മറിയം ബീവി പറയാണ്, പടച്ചവനെ, ഞാൻ മരിച്ചു പോയാ മതിയായിരുന്നതിനു മുമ്പ്. അത്ര വേദന ഉണ്ടായിരുന്ന. അപ്പൊ നബിമാരമ്മമാർക്കൊക്കെ വേദന ഉണ്ട് എന്നാ ഖുർആൻ പഠിപ്പിക്കണത്. ആമിന ബീവിക്ക് അങ്ങനെ വേദന ഇല്ലെങ്കിൽ നബി അത് പറയും, അത് പറഞ്ഞിട്ടില്ല. പിന്നെ റസൂലിനെ പ്രസവിച്ചപ്പോൾ സംഭവിച്ച അത്ഭുത സംഭവങ്ങൾ മൗലൂദേര് പാട്ടാക്കി ചെല്ല് കേട്ടിട്ടുണ്ടാവുങ്ങള്. പേർഷ്യൻ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ്. കേട്ടില്ലേ? പേർഷ്യയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന തീ, അഗ്നി ആരാധകരുടെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, സംവത്സരങ്ങളായി കെടാത്ത തീ നബിയെ പ്രസവിച്ചപ്പോൾ അപ്പ കെട്ടു. അപ്പൊ ഇറാനിന് അത് സംഭവം. നബിയെ പ്രസവിക്കുന്നു മക്കത്തും. പ്രസവിച്ച ആ നിമിഷം തന്നെ അവിടെ തീ കെട്ടു എന്ന് പറയണമെങ്കിൽ അത് കാണാൻ കഴിയുന്ന അള്ള മാത്രമാണ്. അള്ള പറയണം. അള്ള പറഞ്ഞോ? ഇല്ല. പിന്നെ ബിംബങ്ങളൊക്കെ തലകുത്തി വീഴുന്ന ഏറ്റവും കൂടുതൽ ബിംബങ്ങളുടെ നാടാ ഇന്ത്യ രാജ്യം. ഇന്ത്യ രാജ്യത്തിന് 1400 കൊല്ലമുള്ള ചരിത്രം, 5000 കൊല്ലം വരെയുള്ള വ്യക്തമായ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. 1400 കൊല്ലമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ക്രിസ്താബ്ദം നബി ജനിച്ച ആ ദിവസത്തില് ഏതെങ്കിലും ഒരു അമ്പലത്തില് ബിംബം തലകുത്തി വീണുള്ളോ? മക്കത്തത് വീണെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ലോകത്ത് മുഴുവൻ തലകുത്തി വീണെന്നാ പറഞ്ഞു. സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂൽ ഉടനോടെ ചെന്നപ്പോ കഅബത്തിന്റെ ചുറ്റും 360 ബിംബങ്ങൾ ഇങ്ങനെ കണ്ണുമൂക്കും കാട്ടി നിൽക്കുക. അവസാനം മക്ക വിജയിച്ചപ്പോ വടിയെടുത്ത് അടിച്ച് പൊട്ടിച്ച് പുറത്തു കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നബിയെ പ്രസവിച്ചപ്പോ ബിംബങ്ങൾ തലകുത്തി വീണു, പേർഷ്യയിലെ തീക്കുണ്ടങ്ങൾ പൊലിഞ്ഞു, കിസ്റ കൈസർ പീഠം വിറച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കിസ്റ കൈസർ നബി മരിക്കോളം ഒരു കിസ്രി കൈസറായിട്ടുണ്ടായിരുന്നു. ഉമർ ഫാറൂഖിന്റെ കാലത്താണ് പിന്നെ റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴ്പ്പെടുന്നത്. നബി ജനിച്ചപ്പോ തന്നെ പീഠം പറിച്ചു എന്നാണ് ഈ തരത്തിലുള്ള കള്ളക്കഥകൾ സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേർഷ്യയിലെ മജൂസികളെ തീക്കുണ്ണം പൊലിഞ്ഞതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോ ബിംബങ്ങൾ തലകുത്തി വീണതും ഇതെല്ലാം കള്ളക്കഥകളാണ്. മങ്കൂസിൽ ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വലദതുഹു മഖ്തൂനം വമഖൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സഹീഹിൽ മുസ്നദു. നബിയെ ആമിന ബീവി പ്രസവിച്ചത് സുന്നത്ത് ചെയ്യപ്പെട്ട രൂപത്തിലാണ്, ചേതാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ്, സുർമ ഇടപ്പെട്ട രൂപത്തിലാണ്. അതൊരു കള്ളക്കഥയാണ്. എന്നിട്ട് പറയാണ്, അത് സഹീഹായ സനദൊത്ത ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ സക്കാഫി കൂട്ടങ്ങളെ വെല്ലുവിളിക്കുന്നു, ആ സനദൊത്ത ഹദീസ് നിങ്ങൾ പയ്യന്നൂരിലൊന്ന് ഉദ്ധരിക്കണം. പറ്റുമെങ്കിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വിതരണം ചെയ്യണം. സനദ് ചേർന്ന് വന്ന സഹീഹായ ഹദീസിലുണ്ട്. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ കള്ളം നുണ പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ അതിൽ ചാർജും സഹീഹായ ഹദീസിലുണ്ട്. സുഹൃത്തുക്കളെ, ഉണ്ടായിട്ടില്ല. അതെല്ലാം കള്ളക്കഥകൾ മാത്രമാകുന്നു. എന്നിട്ട് സഹീഹായ ഹദീസുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് കള്ളക്കഥകൾ ഈ മൗലിദ് കിതാബുകളിൽ മൗലിദ് ഉണ്ടാക്കിയവർ കോറി വെച്ചിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. എന്നിട്ട് പറയാണ്, മങ്കൂസ് ചെല്ലാത്തവൻ മുനാഫിക്കാണ്. എന്താ? അതുപോലെ ശറഫല്ലാം ചെല്ലാത്തവൻ മുനാഫിക്കാണ്. അവർക്കൊന്നും നബിയോട് സ്നേഹമില്ല. ഈ തരത്തിലുള്ള കള്ളക്കഥകളും ശിർക്കും കുഫറും എത്രയെത്ര ശിർക്കിന്റെ വരികളാ സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തുത്റൂനി കമാ തുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ നിങ്ങൾ അമിതമായി പ്രശംസിച്ചതുപോലെ എന്നെ നിങ്ങൾ പ്രശംസിക്കരുത്.
ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലും മാത്രമാണ്. അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിയാക്കന്മാർ എന്താ ചെയ്തത്? മുസ്ലിയാക്കന്മാര് ദൈവപുത്രൻ എന്ന് പറഞ്ഞത് ഒഴിവാക്കി. ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച തെറ്റതാണ്. അതല്ലാത്തതൊക്കെ പറഞ്ഞു. നീ നസാറാക്കൾ തരുടെ നബിയെ കുറിച്ച് പറഞ്ഞതെല്ലാം നീ ഒഴിവാക്കിക്കാളാ. പ്രവാചകനെ കുറിച്ച് ദൈവപുത്രൻ എന്ന് പറഞ്ഞത് നീ ഒഴിവാക്ക്. അതല്ലാത്ത എന്ത് മദ്ഹ് വേണമെങ്കിലും നീ പറഞ്ഞോന്നാ. എന്നിട്ട് മൂപ്പരന്നെ ബുർദക്കാരൻ തന്നെ, അത് ബുർദയിലുള്ളതാ. ബുർദക്കാരൻ അതിനൊരു സാമ്പിൾ, ഒരു മോഡലും കാണിച്ചു. എന്താ മോഡല്? കണ്ടോ? സിറ്റുകളിൽ ഏറ്റവും ആദരണീയരായ നബിയെ, എനിക്ക് അഭയം തേടിച്ചെല്ലാം നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ആ മുസ്ലിങ്ങൾ പറയല്ലേ, സ്വാമി ശരണം ശരണം എന്റെ അയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ല അയ്യപ്പ എന്നതുപോലെ നബി ഞങ്ങളല്ലാതെ എനിക്കൊരു ശരണം അള്ളയും കൂടില്ല. എനിക്ക് അഭയം തേടിച്ചെല്ലാം ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. വ്യാപകമായ ആപത്തുകൾ വരുന്ന സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് മാത്രമല്ല, നബിയെ, നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്നാണ് ആകാശവും ഈ ഭൂമിയും അതിന്റെ സഹകളത്രമായ ആകാശവും. ആകാശം ഭൂമിക്ക് നബിന്റെ വക ഉണ്ടാക്കിയതാണ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ വിജ്ഞാനത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ട ലൗഹ്, അവന്റെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തെഴുത്താണിയായ കലമ്, അതിന്റെയൊക്കെ വിജ്ഞാനം നബിയെ നിങ്ങളെ വിജ്ഞാനത്തെ പകർത്തിയെടുത്തതാണ്. അപ്പൊ അള്ളാഹിനെക്കാളും വലുതായി. നീ എന്തിനാ ദൈവപുത്രൻ എന്ന് പറയണേ?